ആ അവിടെ ഇരി. ആദ്യം പയറ് മുളപ്പിച്ചത് അത് കഴി. ശാപം കിട്ടൂട്ടപ്പാ. അപ്പൊ ഇന്നലത്തെ ബീഫ് കറി കൂട്ടി കുറച്ച് ചോറ് കൊടുത്തൂടെ? നീ ഒന്ന് പോടി, ഞങ്ങള് ഡയറ്റിലാ. സഞ്ജുട്ടനില്ലേ അമ്മ? ഗാനമേളൊക്കെ ഉണ്ടല്ലോ. ജോബി ചേട്ടാ, മോട്ടർ ശരിയാക്കില്ലെങ്കിൽ ജാക്കിനോട് പഠിപ്പിക്കട്ടാ. ഞാൻ ശങ്കരൻ തമ്പി. ശങ്കരൻ തമ്പി, ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞുതരൂ. എന്തിനാ ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞുതരൂ. എന്തിനാ പാസ്വേർഡാ പറഞ്ഞത്? എന്തിനാ? ഇങ്ങോട്ട് മാറിക്കേ. നിനക്കിപ്പോ എന്താ വേണ്ടേ? അണ്ണാമല യൂണിവേഴ്സിറ്റി MSW ആപ്ലിക്കേഷൻ. നിനക്കൊരു ജോലിയുള്ളല്ലോ, പിന്നെ എന്തിനിപ്പോ? നോ, ഐ വാണ്ട് ടു സെർവ് ദ വേൾഡ്. നല്ല മണം. ഓഫീസിൽ പോണം. 11 മണിക്ക് അപ്ലൈ ചെയ്യണം. 11 മണിക്ക് അപ്ലൈ ചെയ്യണം. പിന്നെ നമുക്ക് അതെ, എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ട്. അല്ല, എപ്പോ വന്നാലും ഇത് തന്നെയാണെന്നാണ് വിചാരം. നീ എന്തേലും ചെയ്യും. എനിക്ക് പുറത്തു പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് ചിക്കുന് കുറച്ച് എല്ല് വാങ്ങിക്കോട്ടാ. ആ, എല്ല് വാങ്ങിക്കാൻ പറയുമ്പോഴേ ഇത് ഇവിടെയുള്ള കാര്യം അറിയുന്നു. ഞാനുണ്ട്. അല്ലട ദാസ, നിനക്ക് ആ ശാരീനെയും പിള്ളേരെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിക്കൂടെ? എന്തിനാണ് ഈ പിണക്കോ മഴക്കൊക്കെ? എന്റെ പൊന്ന് ശാന്തേച്ചി, കാലത്ത് മുതൽ വൈകിട്ട് വരെ ഓട്ടോ ഓടിക്കുന്നുണ്ട്. കിട്ടുന്ന കാശ് മുഴുവൻ പൊട്ടാണ്ട് അവളെ കയ്യിൽ കൊടുക്കാറുണ്ട്. പിന്നെന്താ, വൈകിട്ടായ 2 സ്മോൾ അടിക്കും. ഈ സ്മോൾ അടിച്ചിട്ട് ദാസ എന്നാ വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിണ്ടോ? ഇല്ലല്ലോ. ഇനി പോവാ ഭീമ. പത്താവുമ്പോ ഊതാമ്പള്ളിന്റെ അവിടേക്ക് വന്നാ മതി, കൊണ്ടുപോക്കണം. ഇല്ല ഇല്ല, ഊതാമ്പള്ളി ഒന്ന് കാണാല്ല. ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. ചെമ്മീനുണ്ട്, മാന്തലുണ്ട്. ഒരു 1/2 കിലോ ചെമ്മീൻ ചൂടാ വേണ്ട. 1/2 കിലോ മാന്തള് വീട്ടിൽ കൊടുത്തേക്കണേ. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിലേ ചേച്ചി ഒരു 1/2 കിലോ ചെമ്മീൻ എന്റെ വീട്ടിലും കൊടുത്തേക്ക്. നീയല്ലേ പറഞ്ഞ ചെമ്മീൻ ചൂടാന്നു? അത് എനിക്കല്ലേ, അച്ഛനും മുമ്പ് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതൊന്നും എടുത്തേ. ഒരു പെഗ് വേണം. വേണ്ട, പെഗടിച്ച ശരിയാവൂല, ഓട്ടുണ്ട്. ചെറുതറിയടാ. വേണ്ട. ഓ, വേണ്ടെങ്കിൽ വേണ്ടേ. വർഗീസേട്ടൻ എത്ര നേരം ഇതെന്നെ വെയിറ്റ് ചെയ്തിരിക്കണ? ആ ചേച്ചി വരുന്നെന്ന് പറ. ഇവിടെ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞോട്ട് അത് ആ ഒഴുക്കിന് പറ്റിപ്പോയത്. വർഗീസേട്ടാ, നമുക്ക് പോണ്ടേ? ആ, ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാ മതി. എഴുന്നേറ്റില്ലേ? ഡാഡി, ഡാഡി. മോനെ,
വിളിക്കണ്ട, ക്ഷീണം കൊണ്ട് കിടക്കല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇതാരാ വന്നേക്കണേ നോക്കി. ഡാഡിയുടെ കളിക്കൂട്ടുകാരൻ വർഗീസേട്ടൻ. ഡാഡി കണ്ണോർക്ക്. എന്റെ വറീസ, ഓ, എന്റെ ഗതിയോ ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. എന്റെ പുണ്യാളോ, കാത്തോളനെ. പോവല്ലേ? എണീറ്റോ വർഗീസേട്ടാ, നമുക്ക് ട്രഷറിയിൽ പോയിട്ട് വേറെ എവിടേക്ക് പോകണ്ട. വർഗീസേട്ടോ, വർഗീസേട്ടാ, ഡാഡിയുടെ കളിക്കൂട്ടുകാരനാണ് ഈ കിടക്കണം. ഡാഡി എന്നാണോ? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. നീ എന്നെ തൃക്കൺ പാർത്ത് ഇപ്പോഴേ കൊന്നോ? 3 ദിവസം കൂടെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു. ആടാ വരാം. ആ നോക്കട്ടെ. ആടാ ആ എന്തുപറ്റി? എന്താ കിടക്കണേ? ആ മഹർഷി, നീയായിരുന്നാടാ? ഞാൻ ഈ കൊച്ചിൻ്റെ അടുത്ത് പറയുമായിരുന്നേ, നിറച്ചും വിഷജന്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ്, സൂക്ഷിക്കണമെന്ന്. ഒച്ചയൊക്കെ പേടിച്ചു പോയടാ. പ്രാർത്ഥന എത്തിക്കാൻ സമയം. എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ. ശരി, ഞാൻ പോവാ. മോളെ സൂക്ഷിക്കണേ. നടന്നു. കാലടാ. വേണ്ട, എനിക്ക് പറ്റണില്ല. ഭയങ്കര വേദന. ഞാനിപ്പോ വരാം. പോളേട്ടാ, പോളേട്ടാ, പോളേട്ടാ. തുടങ്ങിയിട്ട് കാണിക്കേ. ഇങ്ങോട്ട് ഇത് വഴി. ഇതേപോലെ ആ വഴി നടക്കല. റിസ്ക് അല്ലേടാ. അപ്പൊ അതിന്റെ മേലെ കൂടെ കൊണ്ടുപോയി. വേറെ വഴിയില്ലല്ലോ. നിങ്ങൾ അപ്പഴേ കിടക്കും. നീ കുറച്ച് ആടാ.
നീ എപ്പോഴും എടുക്കും മുമ്പോട്ട് ആ കൊടയെ കൊണ്ട് പിടിച്ചേ പതുക്കെയാ പോകുന്നത് അറിയാതിരിക്കേ ഡിസ്ചാർജ് ആയാ എന്നാ ഡിസ്ചാർജ് ചെയ്യോന്ന് 2 ദിവസമല്ല ആയിട്ടുള്ളൂ ഭീമ. നിങ്ങളൊക്കെ എങ്ങനെയാണ് വിശ്വസിച്ചിട്ടൊരു ഹോസ്പിറ്റലിൽ കയറ്റുക? അല്ല നീ സീരിയസ് ആയിട്ട് കല്യാണം കഴിക്കാൻ പോകണോ? പിന്നല്ലാണ്ട് വയസ്സാം കാലത്ത് നമ്മളൊക്കെ ആര് നോക്കാനാണ്? അല്ല ഞാനിപ്പോൾ ഇതിൽ എന്തിനാണോ നീ പറയുന്നത്? ജോന്റെ അങ്കിളില്ലേ? ആരുടെ? ജോമോൻ, അതായത് എൻ്റെ ചെറുക്കൻ. അന്ന് ജോന്റെ അങ്കിള് നമ്മുടെ വഴി കൂടെ കാറ് വരില്ല, ലോറി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അപ്പൻ്റെ കുരു പൊട്ടിച്ച് ആകെ അലമ്പാക്കി പണ്ടാറടങ്ങിയ കല്യാണാലോചന. അതേ ചെറുക്കൻ. അത് ശരി. അപ്പൊ ഇപ്പൊ അമ്മാവന് കുഴപ്പമൊന്നുമില്ല? അത് ജോഡിയിൽ ചെയ്തോളാന്നാ പറഞ്ഞിട്ടില്ലേ. ആക്ച്വലി ജോക്ക് നല്ല താല്പര്യമുണ്ട്, എനിക്കും. ഈ ജോ മോൻ എന്നാണോ വരുന്നത്? അടുത്ത ആഴ്ച. കുറച്ച് ദിവസത്തെ ലീവുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും അപ്പനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. എങ്ങനെയുണ്ടാ അമ്മയ്ക്ക്? കുഴപ്പമില്ല.
ഞാൻ അന്നൊന്നും അറിഞ്ഞില്ലടാ, അടുത്ത ദിവസം രാവിലെ അറിഞ്ഞ. നമ്മുടെ കാര്യം അറിയാല, 8 മണിയാകുമ്പോ കൊന്തയും ചൊല്ലി ഭക്ഷണം കഴിച്ച് കയറി കിടന്ന് ഉറങ്ങുമല്ല. സഹിക്കണാടാ. വേണ്ട. ഓ വേണ്ട. എടാ ഭീമ, ഇപ്പഴാണ് അമ്മ ശരിക്കും ഭീമൻ അമ്മയത്. അച്ഛനെ ഒന്നും സഹായിക്കട്ടെ സ്പൈഡർമാനെ. എന്റെ റീത്തെ, ആ ഊതാമ്പള്ളിയുടെ അവിടെ നിന്ന് ഇവിടെ എത്താൻ 20 മിനിറ്റ് എടുത്തു. എനിക്ക് വയ്യാണ്ടായി പിള്ളേ. സൗകര്യമുള്ള ഒരു പുതുവഴി വേണമെന്ന് ഈ നാട്ടുകാർക്കെങ്കിലും തോന്നണ്ടേ? ഈ ഭീമൻ പോലും ഇത് പറയണത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ എന്ത് പറയാനാ, ചേച്ചി മുനിസിപ്പാലിറ്റി വിചാരിച്ചു നടക്കും. എടാ, നീ ഒന്ന് മനസ്സ് വെച്ചാ ഈ വഴി കൂടെ ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് കാറ് ഞാൻ കേറ്റും. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് വിചാരിച്ചു. അപ്പൊ കാണാം ഹൃദയം ഉണ്ടോ ഇല്ലയോ. ആ ഹൃദയത്തിനകത്ത് ആരോ ഉള്ളതെന്ന് ഒരെണ്ണം ഒഴിച്ചടാവേ. അന്നേരമാണ് മുടിഞ്ഞ മഴയും. എല്ലാരും കൂടി ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവളെ ഞാൻ ആ കാറെ കെട്ടി അങ്ങ് വിട്ടു. ഞാനോട് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കാവലിരുന്നു. ഒരെണ്ണം ഒഴിക്കടാ. గులాంగారు ఒక పైన్లో 6 పెగ్గులున్నాయి. 2 నేను తాగాను, 2 మీరు తాగారు. ఒకటి ఈయన తాగారు, ఒకటి ఆయన తాగారు. అయిపోయింది. കഴിഞ്ഞ ക്ലാസ് വാരി വാടിവേ. എത്ര നേരമായിട്ട് വിളിക്കുന്നു? എവിടെയെങ്കിലും ചെന്ന് അവിടെ അങ്ങ് ചടഞ്ഞിരുന്നോണം. ഇറങ്ങിക്ക ഇങ്ങോട്ട്. വാ ഇറങ്ങ്. നിനക്ക് ഈ ഉടുപ്പ് ഹൈദരാബാദിൽ എങ്ങനെ ഇടാൻ മേലെ? ഈ മലമുട്ടി വന്നിട്ട് ആര് കാണാനാ? ഉണക്ക പൈൻറ്റുമായിട്ടാവും വന്നിരിക്കുന്നു. വാ ഇങ്ങോട്ട്. വെറുതെ പറയടാ, അടിപൊളിയുണ്ട്. ചൂടുണ്ടല്ലോടാ. പതാ അതെ, പോവാന്ന്. ഞാൻ പറത്തിട്ട് വരാം. നമുക്ക് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ഗംഭീരമായിട്ട് കൂടാട്ടോ. വേഗം പതാ. എത്ര കൊടുക്കുക. എന്റെ പുതിയ പടത്തിന്റെ പേരെന്താ? ശരി, ഒരു കാര്യം ഇവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ നീ ഇത് എങ്ങോട്ട് പോയതാ? ഞാൻ അവർക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി. എടാ, നമ്മളൊക്കെ വഴിക്ക് ആവശ്യമുള്ള ആൾക്കാരാ. നീ ഒന്ന് ഇറങ്ങിച്ചെന്ന് എല്ലാരെയും കണ്ടൊന്ന് സമ്മതിപ്പിച്ച് എടുത്തു കഴിഞ്ഞാ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കാര്യം ഞാനേറ്റു. ശരി എന്നാ. അബീമ, ചെറുതുപോലെ നിൽപ്പുണ്ടോ? എൻ്റെ ചേച്ചി എനിക്ക് പോലും തികഞ്ഞില്ല. ഒട്ടുമില്ലേ? ഒരു തുള്ളി പോലും ഇല്ല. ചെന്ന് തുറക്കം പോയി. ഒരു വാഹനം വന്നു പോകാനുള്ള വഴി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ എത്ര നേരത്തെ മരിച്ചു പോവില്ലായിരുന്നടാ. ഞാനത് എപ്പോഴും ഓർക്കും. എൻ്റെ അമ്മ ചുമ്മാ സീരിയൽ സെൻറ്റി അടിക്കല്ലേ. അതൊക്കെ തുളത്ത് കഴിക്കും. പോയി കിടന്നോ? ഊതാമ്പള്ളിയിൽ അവിടെ നിന്ന് എന്റെ വീട് വരെ 4 മീറ്റർ നടക്കാൻ ആവതില്ലാത്തവനെ എന്റെ മോളെ കെട്ടണ്ടോ? എന്റെ പൊന്നേട്ടാ, ഈ വഴിയുടെ പ്രശ്നം പറഞ്ഞ ചെക്കനല്ലല്ലോ, കൂടെ അലങ്കാരത്തിന് കൊണ്ടുവന്ന അമ്മാവനല്ലേ. വിട്ടുകളാ. അലങ്കാരത്തിന് വന്നവനാണേലും ആവശ്യത്തിന് വന്നവനാണേലും ഇരുന്ന ഇരിപ്പിലെ 12 അരിയുണ്ടിയാ അവൻ തിന്നു തീർത്ത്. ഞാൻ അന്നേരം ഇവളോട് പറഞ്ഞതാ അങ്ങേരാള് ശരിയല്ല എന്ന്. അതൊക്കെ പയ്യൻ പറഞ്ഞ് ശരിയായിക്കോളും. അവന് നല്ല താല്പര്യമുണ്ട്. നമ്മൾ എന്തിനാ ഇവിടെ വാശി പിടിക്കുന്നത്? ഞാനും തന്നെ പറയണേ, ഒറ്റ മോനാ, വേറെ ബാധ്യതയൊന്നുമില്ല. പിന്നെ കെട്ടുന്നവന് പരാതിയൊന്നുമില്ലെങ്കിൽ നമുക്കെന്താ? അതെ, പിന്നെ ഇതൊന്നും വല്ല പ്രശ്നമല്ലെന്നേ. നമ്മുടെ വഴിയുടെ കാര്യമില്ലേ, അതിന് ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. അതെങ്ങനെ ശരിയാവടാവേ? ഈ വഴി ഉപയോഗിക്കുന്ന വീട്ടുകാരെ എല്ലാവരും വിളിച്ചു ചേർത്തൊരു മീറ്റിംഗ് കൂടുന്നുണ്ട് ഈ ഞായറാഴ്ച. നമ്മുടെ വാർഡ് കൗൺസിലർ റീതേച്ചും ഉണ്ടാവും, ഗുലാം ചേട്ടനും ചേച്ചിയും ജാക്കും ഉറപ്പായിട്ടും ഉണ്ടാവണം. അവൻ വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ സംസാരിച്ചു നോക്കാം. വരുവാണെ കൊണ്ടുവരാം. ശരി. ജാക്ക, ഈ വെള്ളരി എണ്ണിക്കടാ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ മാപ്പ്. സൈഫൺ ഇവിടെ ആയിട്ട് വരും. നമ്മുടെ ഈ മഞ്ഞ വര കാണുന്നതാണ് നമുക്ക് വീതി കൂട്ടേണ്ട റോഡ്. അതിങ്ങനെ ചെന്ന് പുഴയിൽ അവസാനിക്കും. സൈഫൺ കഴിഞ്ഞ കാണുന്ന ആദ്യത്തെ 2 പറമ്പുകൾ, ആദ്യത്തെ കൊസ്തപ്പിന്റെ പറമ്പ്, രണ്ടാമത്തെ ഡോക്ടർ സൈമന്റെ പറമ്പ്. ഇവർക്ക് 2 പേർക്കും ഈ വഴി വീതി കൂട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ കാര്യം നമുക്ക് പിന്നെ ഡീൽ ചെയ്യാം. അത് മതി.
സൈമൺ ഡോക്ടറിന്റെ പറമ്പിൽ ഇതേ ഈ മൂലയ്ക്ക് കാണുന്ന ഒരു 2-2.25 സെന്റിലാണ് സീതയുടെ വീട് വരുന്നത്. അതിൻ്റെ ഇപ്പുറം അഞ്ചൂൻ്റെ ജൂഡോ കേന്ദ്രം, ജോബിച്ചേട്ടൻ്റെ വീട്, വർഗീസേട്ടൻ്റെ വീട്, എൻ്റെ വീട്, അങ്ങനെ ഇങ്ങനെ പോകും. അഞ്ജുവും സീത ഇപ്പം ഇവിടെ ഇല്ല. അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എനിക്കൊന്ന് അഞ്ജുവിനോട് റീത്തേച്ച് ഇന്ന് സംസാരിക്കും അല്ലേ? ഇന്ന് തന്നെ സംസാരിക്കും. ചുമ്മാ വെറുതെ കോളും കൊണ്ടിറങ്ങിയേക്കും. ഭീമ, നമ്മൾ ഇത്രയും കാലം ഇവിടെയൊക്കെ തന്നെയല്ലേ ജീവിച്ചത്. വെറും 5 മിനിറ്റ് മതി സൈഫന്റെ അവിടെ എത്താൻ. അതെ, എൻ്റെ ചേച്ചി വഴിയുടെ ആവശ്യം നമുക്കാണ്. നമ്മൾ തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇത് ഇപ്പം ഇവിടെ വെച്ച് തീരും. പിന്നെ ആരോഗ്യമുള്ളപ്പോഴേ 5 മിനിറ്റ് ഉള്ളൂ. ഇരുന്നും കിടന്നും പരസഹായത്തോടൊക്കെ ഇതുവഴി പോകേണ്ടതല്ലേ? മരിക്കില്ല എന്ന് ആർക്കും ഉറപ്പൊന്നുമില്ലല്ലോ. ഈ വഴി ഇവിടെ വരാൻ ആഗ്രഹം ഉള്ളവരുണ്ട് ഭീമ. നീ അടുത്ത പരിപാടി എന്നാന്ന് വെച്ചാ പറ. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് പുറമെ സ്നേഹനഗറിലെ ഓരോ അംഗങ്ങളിൽ നിന്നും 25,000 രൂപ വീതം നമ്മൾ പിരിച്ചെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പൊളിച്ച മതിലുകൾ നമ്മൾ വീണ്ടും പണിത് കൊടുക്കണം. പിന്നെ സീതയുടെ വീട് വഴിക്ക് വിട്ട് വരുമ്പോൾ ഏകദേശം പകുതിയോളം പോകും. അപ്പൊ സീതയ്ക്ക് സേഫായിട്ട് താമസിക്കാൻ ഒരു ചെറിയ വീടെങ്കിലും പണിത് കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. അതുപോലെ ഈ സൈഫൺ പുതുക്കി പണിയാനും കൂടി ഇത്രയും തുക ആവശ്യമായിട്ട് വരും. ഇനി 25,000 രൂപ വരണമെന്നോ? അതെന്തിനാ? ഞങ്ങൾ സ്ഥലം വിട്ടുതരുന്നില്ലേ? ബാക്കിയൊക്കെ മുനിസിപ്പാലിറ്റി അല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ശരി? റോഡ് വരുന്നതിന് നിങ്ങൾ എല്ലാവരും കച്ചിട്ട് അഥവാ സമ്മതപത്രം ഒപ്പിട്ട് തരണം. എന്നാലേ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുള്ളൂ. ഇനി മുനിസിപ്പാലിറ്റി ഏറ്റെടുത്താലും അതിന് പുറമേ വരുന്ന തുകയെ കുറിച്ച് അഭീമം പറഞ്ഞത്. നിന്റെ പരിപാടി കൊള്ളാം ഭീമ. സ്ഥലം തരുന്ന പോരാഞ്ഞിട്ട് ഈ പാവങ്ങളെല്ലാം കൂടി 10-20,000 രൂപ കൂടെ തരണമെന്ന്. ഇത് കലക്കും. സ്ഥലത്തിന് പുറമെ 25,000 രൂപ കൂടി നമ്മൾ എവിടുന്ന് കൊടുക്കാനാ ഭീമ? 1 പവൻ സ്വർണ്ണമെങ്കിലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. വിൽക്കണ്ട, പണയം വെച്ചാൽ മതി. മിനിമം ഒരു 25,000 രൂപയും കിട്ടുമല്ലോ. പിന്നെ കിട്ടും. ആ 25 മുടക്കാം. ഈ വഴിയുടെ വീതി കൂടുന്നതനുസരിച്ച് സ്ഥലത്തിന്റെ വിലയും കൂടും. എത്ര കൂടും? ആ കാണുന്ന കൊസ്തേപ്പന്റെ സ്ഥലത്തിന് 5 ലക്ഷം രൂപയെ വില. നമുക്ക് 50,000 തയ്ച്ചു കിട്ടോ? സീതയുടെ വീട് പൊളിക്കാനൊക്കെ അവള് സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. 2 ഭാഗത്തും സ്ഥലം തരുന്ന ഞാൻ അതുകൂടാതെ 25,000 രൂപ കൊണ്ട് തരണമെന്ന്. നടക്കുകയല്ല ഭീമ, നടക്കുകയല്ല. വേണ്ട, ജോബി ചേട്ടൻ കാശ് തരണ്ട. പിന്നെ നഷ്ടം കൂടുതലുള്ളവർ കാശ് തരേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ജോബി ഓക്കെ. ഇനിയുള്ളത് കൊസ്തേപ്പിന്റെ കാര്യമാണ്. അതെ, ഭൂമി കിട്ടാനായിട്ട് നമ്മൾ സ്വല്പം വേർക്കും. ചിരിച്ചിരിച്ച് നമ്മൾ അവശതയാകും. എന്നാലേ സമയം കളയണ്ട, വേഗത്തിൽ ഇറങ്ങിയോ. ഉള്ളിയോട് ഇപ്പൊ തന്നെ യോജിച്ചിട്ട് വരാതെ. അതാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ജോബി ചേട്ടന്റെ നേതൃത്വത്തിൽ കൊസ്തേപ്പന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണം. ഭീമ, ഞാൻ വരുന്നില്ല. നെഞ്ചത്ത് നോക്കിയല്ലാതെ ആ നാറി സംസാരിക്കില്ലടാ. എനിക്ക് കണ്ട കുരുപൊട്ടും. നിങ്ങൾ പോയിട്ടോ. ശരി, അപ്പൊ ഞങ്ങൾ പോയി സംസാരിച്ചിട്ട് തിരിച്ചു വരാം. അത് മതി. ഇത് പറയാനായിട്ടാണോ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് ആ സൈഫന്റെ സൈഡിൽ കുറച്ച് സ്ഥലം വേണം. ഒരു വണ്ടി കയറി പോകാൻ പറ്റുന്ന അത്രയും സ്ഥലം നിങ്ങൾ എടുത്തോ. എടോ മണി, ഒരു 10-12 കൊല്ലം മുമ്പേ ഞാൻ ഈ കാര്യം തൻ്റെ അടുത്ത് പറഞ്ഞല്ലായിരുന്നു. അപ്പൊ താൻ പറഞ്ഞ സൈമൺ ഡോക്ടർ തരൂല, ഇവൻ തരൂല, അവൻ തരൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി എന്റെ അടുത്തേക്ക് സ്ഥലം ചോദിക്കാൻ വന്നിരിക്കുന്നു. അതല്ല കൊസ്തേപ്പെട്ട, ഞങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഐശ്വര്യമായിട്ട് ഇവിടെ നിന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. എങ്കിൽ പിന്നെ നിങ്ങൾ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോന്ന്. അല്ല, അഞ്ജുനോട് സംസാരിക്കണ്ടേ? അത് റീത്തേച്ച് ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളും. നല്ല കാര്യമല്ലേ വഴി വരുന്നതൊക്കെ. പക്ഷെ വീട്ടിൽ സംസാരിക്കും. അമ്മയ്ക്കും ചേട്ടനും ഒക്കെ അവകാശമുള്ള വീടല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ രാവിലെ 10 മണിക്ക് ജെപിയുടെ വീട്ടിൽ കാണാലോ. ശരി. സീതേ, നിന്റെ അയൽക്കാർക്ക് കൂടി വഴി വീതി കൂട്ടാൻ പോവാന്ന്. അതിന് നിന്റെ കുറച്ച് സ്ഥലം വേണത്രേ. സ്ഥലം എന്ന് പറയുമ്പോൾ വീടിന്റെ കോലായും കൂടെ ചേർത്ത് വേണം. എന്നിട്ടത് പുതുക്കി പടയാനുള്ള കാര്യങ്ങൾ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്തു തരും, നല്ല വൃത്തിയായിട്ട് തന്നെ. ശരി. మా ఇంటికొచ్చి మన వాళ్ళనే కొడతావా నీ అబ్బా? నిన్ను నీ వాళ్ళని అందరినీ చంపేస్తా, నరికేస్తా. യാക്കൊരു ജെന്റിൽമാൻ ആയിപ്പോയി. അല്ലെ അടിച്ച് ചെവിക്കല് പൊട്ടിച്ചനെ. അവന്റെ ഒരു വെള്ള പാൻറ്റും അവനും. എന്റെ ദൈവം, നീ ഇതാണ് അവിടെ പോയി അഭിനയിക്കാൻ പോണേ? എന്തേ? ഒന്നുമില്ല, അവിടെ തന്നെ മതി. ഒരു പൊടിക്കാനും കണ്ട നമ്മളൊന്നും അനുഭവിക്കണ്ടല്ലോടാ ഭീമ. നീ കാലക്കി എന്തിനാണ് ഈ ക്യാരക്ടറിന്റെ പേരെന്താ? കണ്ണ് രാജേന്ദ്ര.
പൂച്ചക്കണ്ണി രാജേന്ദ്രൻ. നീ ഇത്ര ചിരിക്കേണ്ട ഒരു കാര്യമില്ല. നീ വഴിയുടെ പുറകെ നടക്കണം നിന്റെ സ്ത്രീധനം 10 ലക്ഷത്തിന് 20 ലക്ഷം ആക്കാൻ വേണ്ടിട്ടല്ലേ? എടാ പണി എടുത്ത് തന്ന് ജീവിക്കടാ. എന്നെ കളിയാക്കാൻ പറഞ്ഞ എന്തിനാണ് ഇവനൊക്കെ? അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. 25 ലക്ഷം വിട്ടൊരു കളിയില്ല. എടാ വിമ, ഞാനിതിനാ കുറയ്ക്കണേ. ഒറ്റ മോൻ, അമ്മ മാത്രമേ ഉള്ളൂ. വീടും 15 സെന്റ് സ്ഥലവും, കാറ് വരുന്ന വഴി. എല്ലാ മാസവും എല്ലാ പിടുത്തവും കഴിഞ്ഞിട്ട് 38,000 രൂപ മണി പോലെ എണ്ണി കിട്ടും. പോരാത്തതിന് സുന്ദരൻ, സുമുഖൻ, സൽസ്വഭാവം. സൽസ്വഭാവത്തെ പറ്റി നമുക്ക് വേറൊരു ചർച്ച നോക്കാം. തൽക്കാലം ഇത് കണക്കട്ടെ. അതും കറക്റ്റ്. നീ അടിക്ക് രാജേന്ദ്ര. അടുത്ത വഴിക്ക്. അതാ ഈ ഓട്ടോ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നത് കൊണ്ടാ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നാശമായി പോകുന്നത്, അറിയോ? അല്ലാണ്ട് നിനക്ക് മോട്ടോർ വൈൻഡ് ചെയ്യാൻ അറിയില്ല എന്നിട്ടൊന്നും അല്ല. അതല്ലെന്നേ, ഞാൻ നമ്മുടെ റീതാ മാഡത്തോട് പറഞ്ഞേ ഇവിടെ ഉള്ളവരെല്ലാം ഒപ്പ് ശേഖരിച്ച് KCB കൊണ്ട് കൊടുക്കാൻ, ഒരു ട്രാൻസ്ഫോമറിന് അപേക്ഷിക്കാനാണ്. എന്നിട്ട് കൊടുത്തോ? നമ്മളൊന്നും ചോദിച്ചാ റീത്ത അക്കൗണ്ട്സിന് കൊടുക്കത്തില്ലല്ലോ. റീത്ത കൊടുക്കുന്നുള്ള ഞാൻ കേട്ടോ. നിങ്ങളെങ്ങനെ വല്ലതും കേൾക്കും കേട്ടാ. ചവിട്ടി കുറിച്ച് വരുന്നുണ്ടല്ലോ. എന്താടാ ചേട്ടാ, എനിക്ക് ആ പുഴയുടെ തരത്തിലുള്ള ആ സ്ഥലം എനിക്ക് ഭാഗം വെച്ചിട്ടുണ്ടോ? എന്തിനാടാ? എനിക്ക് ജൂലിയുടെ പിന്നെ എടുത്തൊരു വീട് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മാറാൻ വേണ്ടിയിട്ടാ. അങ്ങോട്ടേക്ക് മാറാനാണോ അല്ലെങ്കിൽ ജൂലിയുടെ വീടിന്റെ അകത്തേക്ക് മാറാനാണോ? ചേട്ടാ, അത് നിറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ വീട്ടിൽ വരുവാണെങ്കിൽ അതിന്റെ പകുതി പൈസ ഞാൻ കമ്മീഷൻ തന്നേക്കാം. ഇവിടെ ഡാഡി ചാവാൻ കിടക്കണല്ലേടാ അവിടെ. ഓ, അതൊക്കെ ചേട്ടാ വിചാരിച്ച് നടക്കും. എന്തു ഡാഡിനെ കൊല്ലാനാ? എന്താടാ? എടാ നീ സമാധാനപ്പെടറാ. ഓ, ഡാഡി ആമേനാ ഓട്ടറാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എടാ ഇതിലിപ്പോ എന്താ ആലോചിക്കാനിരിക്കുന്നേ? അവളുടെ ക്ലാസ്സിനും ഗുണമുള്ള കാര്യമല്ലേ? ഗുണം കിട്ടുന്ന വേറെയും ചില കാര്യങ്ങൾ ഞാൻ പറയാറുണ്ടല്ലോ. ഇവള് കേൾക്കാറില്ലല്ലോ. അതിലെന്താ അമ്മയ്ക്ക് അഭിപ്രായമൊന്നുമില്ലേ? എന്നേക്കാൾ പ്രായമുള്ള ഒരു അമ്മയുണ്ട് ശബരിക്ക്. അവരെ നോക്കാൻ ഒരാൾ വേണ്ടേ? അവൻ ഒറ്റ മോനായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ 2-3 കൊല്ലായില്ലേ? ഇനിയും എന്തിനാ അവൾ അവിടെ പോയി താമസിക്കുന്നത്? ഇവളെ ഞാൻ വീട്ടിൽ കയറ്റാതിരിക്കുകയാണെന്നല്ലേ നാട്ടുകാർ വിചാരിക്കുക. നാട്ടുകാരുടെ മക്കളോടെ ഗുസ്തി പിടിച്ച് കളിക്കുക, അന്യ വീട്ടിൽ പോയി താമസിക്കുക. എന്തിനാ അതൊക്കെ? അത് അവളുടെ ഭർത്താവിന്റെ വീടാ. വിവരക്കേട് പറയരുത്. ഹാ, അഞ്ജു അവളുടെ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നല്ലേ ഉള്ളൂ. അല്ലാതെ JPയെ പറ്റി മറിച്ചൊരു അഭിപ്രായം ഈ നാട്ടിലാർക്കും ഇല്ലെന്നേ. അമ്മ നമുക്ക് ആ സ്ഥലം കൊടുക്കാൻ പറ്റൂല്ലേ? അതിനൊരു തീരുമാനം പറ. ഇനി ഞാൻ തടസ്സമൊന്നും വേണ്ട. നിങ്ങളെന്താ ചെയ്തോ? അതൊന്ന് ചിരിച്ചു പറയണ്ടേ JP? ഇവന്റെ ഒരു കാര്യം. ജോജോ ഒക്കെ പള്ളി വന്നോളൂ. ഇപ്പൊ ഇത് മതി. ബാക്കിയൊക്കെ അവിടെ തന്നെ എടുക്കാം. വാ, ഇറങ്ങ്. സമയം പോയി. ഞാക്കെ കയറി ഇറക്കടാ. എടാ മുള്ളിന്റെ അങ്ങോട്ട് പോലെ നീ. അങ്ങനെയാണ്. എടാ ബസ്സും വണ്ടിയൊക്കെ അവിടെ ഇല്ലേ? റെഡിയാണ് പോളേട്ടാ. നടന്നോ? എടാ ഭീമ, പോരാ. വഴി തരോ? ഓ, എന്താടാ കൊസ്റ്റപ്പേ, നിന്റെ തൊണ്ടയിൽ ക്യാൻസർ ആണോ? നമ്മുടെ കൗൺസിലറാണ്ടാ, കൗൺസിലറേ. അതെ ഭീമ, നീ ആ ഡോക്ടറിന്റെ അവിടം വരെ ഉള്ള വഴിയൊക്കെ ഒന്ന് വെട്ടിത്തടിച്ചിടും. ഇവിടെ കുറച്ച് പണി നടക്കണ്ടെന്ന് പുള്ളി വരുമ്പോ കാണട്ടാ. 3-4 സെന്റ് സ്ഥലം തരാനുള്ള അല്ലേ? പുള്ളി വരാൻ ഒരു മാസം കൊണ്ട് എടുക്കും. വന്നിട്ട് തുടങ്ങാന്ന് വെച്ചിട്ടാ. ഇപ്പൊ തന്നെ അങ്ങോട്ട് തുടങ്ങിക്കൂടെ? പുള്ളി വരുമ്പോ തന്നെ അങ്ങോട്ട് വൃത്തിയിൽ കാണാല്ല. ഓ, വണ്ടി എടുക്കൂലേ? വണ്ടിയിലേക്ക് കേട്ടടാ. സമയം പോകണ്ടടാ. എടാ വണ്ടി എടുക്കടാ. ചേട്ടാ ഈ വണ്ടിയിലോ ആ വണ്ടിയിലേക്ക് കയറിക്കോ. വാ 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 വാ. ചേട്ടാ ആ വണ്ടി ചേട്ടാ, മുന്നത്തെ വണ്ടി. വാ വാ പിള്ളേരൊക്കെ മടിയിലിരുന്നാണ് വാ, നടന്നോ. വണ്ടി വിടും. പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്താ അപ്പൊ നിന്റെ പ്രശ്നം? അല്ല വർഷേ, ഈ പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, ഒരു ഇമോഷനും ഇല്ലാതെ നമ്മളെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്നത്? അല്ല, നിനക്ക് അതിനോട് പ്രേമം വല്ലതും ഉണ്ടായിരുന്നു?
ഹേയ് ഇല്ല. നീ അവളും തമ്മിൽ മറ്റേ കലാപരിപാടി ബന്ധമുണ്ടായിരുന്നപ്പോ നീ ഹാപ്പി ആയിരുന്നില്ലേ? പിന്നെ സൂപ്പർ ഹാപ്പി. അവളോ? അവള് ഹാപ്പി ആയിരുന്നു. അവള് കല്യാണം കഴിച്ചു പോകുന്നോണ്ട് നിനക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് പ്രശ്നം? പിന്നെ ഇപ്പൊ ഇവിടെ ആർക്ക പ്രശ്നം? നീ ഒന്ന് എഴുന്നേറ്റ് പോയടാ ഭീമനി, വേറൊരു കാര്യമില്ലാണ്ട് ചുമ്മാ. അത്യാവശ്യം നല്ല മെനക്കെട്ട പണിയാണ് ഭീമന്നിൻ്റെ ഈ വഴിയുണ്ടാക്കല്. പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ പ്രധാനമായും 3 സ്റ്റേജ് കടക്കാനുണ്ട്. ഒന്ന്, ആളുകളുടെ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് വാങ്ങിക്കണം, അതായത് കച്ചീറ്റ്. പിന്നെ സ്ഥലം റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തായതുകൊണ്ട് റെയിൽവേയുടെ NOCയും വേണ്ടി വരും. വഴിയുടെ തുടക്കത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കനാല് സൈഫൺ ഉള്ളതുകൊണ്ട് ഭീമനി വാട്ടർ അതോറിറ്റിയിലും കയറി ഇറങ്ങേണ്ടി വരും. ഇതിനേക്കാളും ഭേദം നീ ആ വീട് വിറ്റിട്ട് വേറെ എവിടെങ്കിലും മാറി താമസിക്കുന്നത്. വീട് വിട്ടിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നല്ലൊരു വഴി വരണ്ടേ? ആ, അങ്ങനെ പറ. വെറുതെ പട്ടര കുളത്തിൽ ചാടില്ലല്ലോ. പട്ടരുടെ കാര്യം എനിക്കറിയില്ല. എനിക്ക് നീന്താൻ പറ്റുന്ന കുളത്തിലേ ഞാൻ ചാടും. ആ, നീ ഇത് പറ, ഇതിനു വേണ്ടി വേറെ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും ടാസ്ക് പോരെ മോനെ, കൂടുതൽ പറഞ്ഞ കൺഫ്യൂഷനോ. ചിക്കനെന്ത് പറ്റി? ഇവൾക്ക് ഇനി എന്ത് പറ്റാനോ? എനിക്കിതിന്റെ നിലവിളിയാക്കാൻ പറ്റൂല. അതിനിപ്പോ അവള് നിലവിളിക്കാറില്ലല്ലോ. ആ മെഡിസിൻ എഫക്ട് ചെയ്യാനുള്ള സമയമെങ്കിലും കൊടുക്കുന്നേ. നിങ്ങൾക്ക് ഈ പട്ടികളെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്തോണ്ടാ. ഇനി ഒരു മരുന്ന് ഈ പട്ടി കേക്കിയല്ല. ആ, നീയേ ഒരു 500 രൂപ എടുത്തേ. ഈ പട്ടിയുടെ കാര്യം ഞാൻ ഏറ്റി. പൈസ എടുക്കടാ. ഞാൻ ഇതേപോലെ എന്തോരം പട്ടികളെ കണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി എല്ലാം കഴിഞ്ഞു കാണാം. വാ, നടക്ക്. പോളെ നോക്കിക്കോണേടാ. നനവിലോട്ട് അങ്ങോട്ട് കയറി നിൽക്കടി. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതൊന്നും നീ കാണണ്ട പോലെ ഇങ്ങോട്ട് കയറി പോരും. അകത്ത് പോയി കളിച്ചോ. ആ, കരണ്ട് ഇല്ലേ? ഭീമ അങ്ങോട്ട് പോകണ്ട. കുലാൻ ചേട്ടൻ കണ്ട പ്രോബ്ലം എന്താ? ഈ ചിക്കുവിനെ ഷോക്കടിപ്പിച്ച് ചിക്കു ചത്തില്ലല്ലോ. കുലാൻ ചേട്ടൻ പോയി 1/2 കിലോ ഇറച്ചി വാങ്ങി അതിൽ വിഷമൊക്കെ കലക്കി. ഈ 2 വർഷമായിട്ട് പച്ചക്കറി തിന്നുന്ന ജാക്ക് ഇറച്ചി മൊത്തം ജാക്ക് പോയി. ജാക്ക് സ്കോ. എടാ ഭീമ, എന്റെ ചാക്ക് പോയടാ. നിനക്ക് എവിടുന്ന് കിട്ടിയടാ ആ ഞാറുവാലി പട്ടിയെ? നല്ല ഭീമ, നമ്മളീ ചിക്കുനെന്താ ഷോക്കടിക്കാന്? I told that magic dog. എന്നാലും എന്റെ ചാക്ക് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. ശാപുവാടി, ഞാൻ കൊന്ന പട്ടികളുടെ ശാപുവാ. ഒന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടാ? ആ പട്ടി ചാവാൻ നേരത്തെങ്കിലും 2 കഷ്ണം ഇറച്ചി കഴിച്ച് ചത്തല്ലോന്നാ എന്റെ സമാധാനം. ഇരുന്ന് മോങ്ങാതെ കിടന്ന് ഉറങ്ങു മനുഷ്യ. ചേച്ചി, ഞങ്ങളേച്ചി. ആ മോനെ സഞ്ജു. അതെ, ആ റെയിൽവേയിലെ കുട്ടികളാ. അവർക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്കും. പിന്നെ ലേശ അച്ചാറ് കൂടി കൊടുത്തോ. ഹലോ, വെള്ളം. താങ്ക്സ്. ഓ,
അമ്മയ്ക്ക് ഇവരെ നേരത്തെ പരിചയമുണ്ടോ? ഒരു മാസമായിട്ട് അവർ ഈ ട്രാക്കിലൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ഉണ്ണ ഇവിടെ വരും. എന്തേ? ആ Hey, I'll give this income. Excuse me. മകനാണല്ലേ? അതെ. ഇവിടെ കണ്ടിട്ടില്ല. ഓ, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ രാത്രി ഞാൻ തിരിച്ചെത്തുമ്പോൾ. ഐ എം സഞ്ജീവ്, ഇവിടെ ബയോട്രയലിലെ സോണൽ മാനേജർ. Okay, hi. സോറി. I'm Kineri, ബീദർ, കർണാടക. Okay. റെയിൽവേ എഞ്ചിനീയർ. അടിപൊളി. ഞാനൊരു റെയിൽവേ എഞ്ചിനീയറുടെ അന്വേഷണം നടക്കുമായിരുന്നു. ഓക്കെ, എന്തിനായിരുന്നു? അല്ല, ഞങ്ങൾ ഈ വഴി വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് റെയിൽവേന്ന് NOC സംഘടിപ്പിക്കണമല്ലോ. അതിന്റെ ഒരു ആവശ്യത്തിനാണ്. ഓ ഹൗദാ. അത് ഈസിയാണ്. ഞാൻ നമ്പർ കൊടുക്കട്ടെ? ഞാൻ നമ്പർ തരട്ടെ? തന്നോളൂ. ഇല്ല, തന്നോളൂ. ഐ വിൽ മെമ്മറൈസ്. ഓക്കെ. 96 33 98 97 11 9633 98 97 11. Yeah. Okay. Thank you. Okay. വർഗീസിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റഡ് കോപ്പി കൂടി ഇതോടൊപ്പം വെക്കണം. ഇല്ലേ? ഇതിനകത്തുണ്ട് സർ. കൃഷ്ണദാസ് ചേട്ടാ, ഒരു മിനിറ്റ്.
എങ്ങനെ മനസ്സിലായി? എന്ത്? അത് നീ കേരള ബോർഡർ വിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അല്ല ഈ പൂവും പാട്ടും ഒന്നും ഇഷ്ടമല്ലാത്ത നീ എന്തിനാണ് ഇപ്പൊ ഇത്ര ഡീറ്റെയിൽസ് എടുക്കുന്നത്? എന്താണ് മോനെ പരിപാടി? ഇമോഷൻ പരിപാടിക്ക് ഞാനില്ല. ഓൺലി സ്പോർട്സ്. ആ സൈമൺ ഡോക്ടർ വന്നിട്ടുണ്ട്. എന്നെ വിളിച്ചിരുന്നു, എന്നോട് അങ്ങോട്ട് നമുക്ക് കാണാൻ പറയുന്നുണ്ടായിരുന്നു. അത് ശരി. എന്നിട്ട് ഇപ്പോഴാണോ എന്നോട് പറയുന്നത്? 1 മണിക്കൂർ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമായിരുന്നോ? നീ അറിയാം ഇത്തരം കൂട്ടി നാളെ മറ്റന്നാളെ വല്ലതും പോയി കാണാൻ നോക്കി തോന്നാ. പിന്നെ നീ വഴിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ആ അങ്ങനെ എടാ ഞാൻ എങ്ങനെ ചോദിക്കാനാ? ഇത്ര സ്ഥലം ഡോക്ടർക്ക് തരാൻ തോന്നണ്ടേ? അത് നമുക്ക് വെറുതെയും വേണം. ഇപ്പൊ എന്തൊരു വഴി? വഴി ഒരു വഴിയുണ്ട്. നീയും കണ്ട പാവൻ ലുക്കുള്ളൊരുത്തനും ഒരു ഉഗ്രമാനിനും കൂടെ പോയി ചോദിക്കും. ചിലപ്പോ കിട്ടൂടാ. ഞാനും ഓക്കെ, പാവം ഓക്കെ, പക്ഷെ മാന്യൻ അത് ശരിക്കും ആലോചിക്കേണ്ടി വരൂടാ ഭീമ. ഇവിടെ ആരാ അങ്ങനെ ഒരു മാന്യൻ? എനിക്കൊന്നും അറിയില്ല. നമ്മുടെ നാട്ടിലാരോ ഒരു മാന്യൻ? എന്റെ അറിവിൽ ഈ നാട്ടിൽ ഒരേ ഒരു മാന്യനെ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ജാക്ക്. അവൻ പോയില്ലേടാ. നിന്നെ ഈ നാട്ടിലാരും മാന്യനായിട്ട് കരുതിയിട്ടില്ലേ? എടാ ഇവനൊരു മാന്യനാണ്. നമ്മൾ അന്വേഷിക്കുന്നത് മറ്റൊരു മാന്യൻ. മറ്റൊരു മാന്യൻ. ഓ മനസ്സിലായി മനസ്സിലായി. മഞ്ഞളി ടാർച്യൂസ് ഒരു മാന്യനാണ്. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അല്ല സഞ്ജു, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവന് തരാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഈ സുഹൃത്ത് ബന്ധത്തെ ചൂഷണം ചെയ്തതായിട്ട് തോന്നാൻ പാടില്ലല്ലോ. അയ്യോ ചേട്ടാ അങ്ങനെ പറയരുത്. ഞങ്ങൾ നാട്ടുകാർക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഡാർക്യൂസ് കേട്ടോണ്ടല്ലാതെ പിന്നെ വേറെ ആരോട് പറയുക? അതും ശരിയാണ്. ഈ വഴി എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പുരോഗതിയുടെയും അടയാളമാണ്. നോക്കാം. അതെ ഭീമ, ഈ മാന്യനൊക്കെ പാവരാ. കൃഷ്ണദാസേ, ഞാനും അദ്ദേഹവും കൂടെ അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി സംസാരിക്കാനൊന്നും നിൽക്കണ്ട. അവരൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരല്ലേ, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ ഇനി അകത്തോട്ട് നിങ്ങൾ രണ്ടുപേരും വിളിച്ചില്ലെങ്കിലും പുറത്ത് തന്നെ നിന്നാൽ മതി. കാര്യങ്ങളെല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം. ശരി. ഷേവ് ചെയ്യായിരുന്നു അല്ലേ? ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. എന്നാലും ഷേവ് ചെയ്യായിരുന്നു. ഒന്നടിച്ചാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് നമസ്തേ. മഞ്ഞളിൽ ടാർസ്യൂസ്? അതെ. Camel cow dung? Multicolored fungus? You sweat from a baboon's balls? Get out! എന്റെ പപ്പ ആദ്യമായിട്ട് വെച്ച തെങ്ങ് ഇവരുടെ പറമ്പിലോട്ട് ഇച്ച ചാഞ്ഞന് ആ തെങ്ങ് വെട്ടിക്കളഞ്ഞവനുണ്ട് അപ്പൻ. Get out! You follow me. Get out! Sanju, how are you? Yeah, all good, doctor. Krishnadas, what's up, man? So far, so good. I like this Yeah. one. Shall I get you a drink? Of course. Sanju. Yes. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? All good, doctor. Krishnadas. Boys, to love and peace. To love and peace. Bottoms up. Yes. വഴിക്ക് സ്ഥലം ചോദിച്ചു വന്നല്ലേ? അതെ. തരാൻ പറ്റില്ല.
പ്ലീസ് ഗോ ഹോം. പോവാ. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഐ ഡോണ്ട് നോടാ. അയ്യോ ചേട്ടാ എന്തുപറ്റി? ഇവിടെ നടന്നത് പുറത്തറിഞ്ഞാൽ പിന്നെ മഞ്ഞളി ടാർസൂസ് ജീവിച്ചിരിക്കില്ല. എന്താ ടാർസൂസ് ചേട്ടാ, ഞങ്ങൾ ആരോട് പറയാനാ? ഉറപ്പ്. പ്രോമിസ്. പ്രോമിസ്. മദർ പ്രോമിസ്. ബട്ടൺസ്. നിന്റെ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അരുൾ ചെയ്തിട്ടുള്ളത്. ആ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണെന്ന് അഭിമാനിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ദൈവത്തിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കുമുള്ള വഴി തടയാനാവുക? ഒരു വഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പറ്റില്ല അച്ചോ, എന്നെ എൻ്റെ പപ്പായൻ കുറേ പേര് പറ്റിച്ചിട്ടുള്ള, അതിനി നടക്കത്തില്ല. ഇതങ്ങനെയല്ലല്ലോ സൈമൺ. അച്ചോ, അച്ഛൻ ചോദിച്ചിട്ടുള്ള എല്ലാം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലേ, ഇതങ്ങ് വിട്ടേക്ക്. അല്ല, ഞാൻ സ്ഥലം വിട്ടു കൊടുത്തില്ലെങ്കിൽ അവർ കൈയേറുന്നു, നമുക്കൊന്ന് കാണാമല്ലോ. തന്നെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിലോ സൈമൺ? അച്ചോ, അച്ഛനെ ചിലപ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിലോ? നീ ഇനി അതൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ആ കൗൺസിലർ റീത്തിയോട് ഒന്നിന്ന് ചോദിക്കാൻ പറ. എന്താണ് മഹർഷി, അങ്ങനെ വല്ലതും നടക്കുന്ന റീസർച്ച് നേരത്തെ തന്നെ ചോദിക്കില്ലേ? അതിന് ലേറ്റ് ആയിട്ടൊന്നുമില്ല. നീ റീത്തിയോടൊന്നും നീ ചോദിക്കാൻ പറ. അത് നടക്കും. അത് നടക്കും ഭീമ. നീയും ടാർസൂസും അച്ഛനും കൂടെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ വിചാരിച്ച എങ്ങനെ നടക്കാനാ ഭീമ? എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ ഡാർക്ക് അടിക്കല്ലേ. നമ്മൾ ഇത്രയും പണിയെടുത്തത് ചേച്ചി കൗൺസിലർ അടിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടത്താനല്ലേ? ആ ലഡു എനിക്ക് ഇഷ്ടമായി ഭീമ. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഇതിവിടെ ഡോക്ടർക്ക് 20 ലക്ഷം രൂപ പോണ കാര്യോ? എനിക്ക് തോന്നുന്ന കൊസ്റ്റപ്പാണ് നമുക്ക് അവിടെ ഇട്ട് പണിയുന്നത്. എടാ, അവന്റെ ഒരു നാറിയാണെന്ന് നിനക്കറിയാലോ. ഇതിലും ചീഞ്ഞ കളി അവൻ ചെയ്യുള്ളൂ. എന്തായാലും ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കാം. പക്ഷേ നീ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട കേട്ടോ. എന്റെ ചേച്ചി അങ്ങോട്ട് പോയിക്കോ, ഡണ്ണാണ് സംഭവം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. വഴി വെട്ടി ഡോക്ടറുടെ വീടിന്റെ മതിൽ വരെ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് അത് കണ്ടു ബോധ്യപ്പെടുമല്ലോ. ഹലോ റീത്ത. ഹായ്. അല്ലാതെ ഡോക്ടറുടെ അനുവാദം ഇല്ലാണ്ട് അത് പൊളിച്ചു കളയുന്നൊക്കെ പറയുന്നത് ചിലരുടെയൊക്കെ വെറും തെറ്റിദ്ധരിപ്പിക്കല. ഡോക്ടർ അതൊന്നും കേട്ട് വിശ്വസിക്കരുത്. പൊളിറ്റിക്കൽ വർക്ക്സ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നന്നായി പോകുന്നു. ഓക്കെ, യു ക്യാരി. അവര് കാണും. എടാ, ഞാൻ ആ വഴിയുടെ കാര്യം പറയാൻ വന്നല്ലേ. നീ ഒന്ന് മനസ്സ് വെച്ച് ഇവിടെ വഴി വരും. പാവങ്ങളാടാ, പ്ലീസ്. ശരി, പക്ഷെ ഒരു കാര്യം, ആ മതിൽ പൊളിച്ചാൽ അത് തിരിച്ച് പണി തരണം. അമ്മ ഇവിടെ തന്നെ സേഫ് ആയിരിക്കണം. ശരിയാക്കാം. ഓക്കെ, നീ പറയുന്നത് നമുക്ക് കാണാലോ, നീ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും കഴിച്ചോണ്ട് സംസാരിക്കാം. നിങ്ങക്കേ ആ റീത്തെ കാണുമ്പോ എന്താ തോന്നുന്നേ? അതെ, ആലപ്പുഴ നിന്റെ ആ പഴയ പള്ളിപ്പാട്ടുകാരനല്ലേ, നിനക്ക് അവനെ കാണുമ്പോ എന്നാ തോന്നുന്നത്? അതെനിക്കും തോന്നുള്ളൂ. അവന്മാരെ വഴി വെട്ടി വെട്ടി നമ്മുടെ പറമ്പിന്റെ അവിടം വരെ എത്താറായി. നീ ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്നിട്ടേ ആ പണി അങ്ങോട്ട് നിർത്തി വെച്ചേക്കാൻ പറ. അതെന്നെ പരിപാടി പറയണോ? ചേട്ടായല്ലേ അമ്മമാർക്ക് സ്ഥലം വെറുതെ കൊടുത്തത്? എടാ, ഒരു കാര്യം ചെയ്യുമ്പോ നാട്ടുകാർക്കും ഗുണം വേണം, നമുക്കും ഗുണം വേണം. അന്ന് ചെയ്തത് അവർക്ക് ഗുണമുള്ളതായിരുന്നു, ഇന്ന് ചെയ്യാൻ പോണതേ നമുക്ക് ഗുണമുള്ളതായിരുന്നു. നീ പോയിട്ടേ പ്ലാനില് പണി അങ്ങോട്ട് നിർത്തി വെച്ചേക്കാൻ പറ. ചെല്ലടാ. അതങ്ങോട്ട് കൊടുത്തൂടെ? വെറുതെ കിടക്കണ സ്ഥലല്ലേ. വെറുതെ നിൽക്കുന്നതുമായിട്ട് പലതും ഉണ്ട് ഈ വീട്ടില്. അതൊക്കെ കൂടി എടുത്ത് നാട്ടുകാർക്ക് വിരകാൻ കൊടുക്കാൻ പറ്റുമോ? ഒരു വൃത്തിയില്ലാത്ത കല്ലല്ലേ? സെക്കൻഡ് ക്വാളിറ്റി. അതാ. അതെ, പണിയൊക്കെ നിർത്തിക്കേ. പണി നിർത്താനോ? എന്താ ഭീമ, മനസ്സിലായില്ല? വെറുതെ പണിയെടുത്ത് പൈസ കളയാൻ നിൽക്കണ്ട. എന്റെ ചേട്ടനോട് സംസാരിച്ചാണല്ലോ, പുള്ളിയൊക്കെ ആണല്ലോ.
അങ്ങേരെ അങ്ങനെ പലതും പറയും. അവിടെ ഞാൻ ചോദിച്ചാൽ മതി. ഇതിപ്പോൾ സൈമൺ ഡോക്ടറിന്റെ സ്ഥലമാണല്ലോ. മതിൽ കെട്ടിക്കൊടുക്കാതെ ഞങ്ങൾ പറയുകയും ചെയ്തു. ആ പണി നടക്കട്ടെ. ഇവരെ കൊണ്ട് നീ പണിയും നിർത്തിക്കണ്ട. ചേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കയറണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഓംബ്ര. എന്താടാ നിങ്ങൾ പണിയെടുക്ക്. ആ നിങ്ങളൊക്കെ കൊസ്തേപ്പിനോട് ക്ഷമിക്കണോടാ. നാട്ടുകാർക്ക് ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചപ്പോ ദേ കയറി വന്നിരിക്കും. അളിയനും അനിയനും പെങ്ങന്മാരും ഒക്കെ കൂടെ അവർക്കും കൂടി അവകാശപ്പെട്ട സ്ഥലമാണെന്നും പറഞ്ഞുകൊണ്ട്. സംഭവം സത്യമാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ എൻ്റെയും നിന്റെന്നൊക്കെ ഉണ്ടോ ഭീമ? ഇവന്മാരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞാലും മനസ്സിലാവോ ഇല്ല. ചേട്ടാ കച്ചിട്ടൊക്കെ എല്ലാവരും തൊപ്പിട്ട് മേടിച്ച് ഡോക്ടർ മതിലും വിളിച്ചു കിട്ടി. പിന്നെ ഇമാതിരി വർത്തമാനം പറഞ്ഞാൽ എങ്ങനെ? ഭീമ നീ പറയണൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്? ചാവാൻ കിടക്കണ ഡാഡി വരെ പറഞ്ഞു ഇതുവരെ നടന്നു പോയമാരൊക്കെ അങ്ങനെ തന്നെ പോയാൽ മതി. നടക്കണോ കിടക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെ അതെ, സ്ഥലം തരാൻ തൽക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നം തീർന്നല്ലോ, നിങ്ങൾ പൊക്കോ. ഇതെന്ത് വർത്തമാനം അവസ്ഥപ്പെട്ട? പിന്നെ ഞങ്ങൾ എന്താ പറയേണ്ട സഞ്ജീവേ? അവിടെയാണ് ഈ സെന്റിന് 5 ലക്ഷം രൂപ വിലയുണ്ട്. അവിടെ നിങ്ങൾക്ക് 1.5 സെന്റ് വെറുതെ എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ലോ. നാട്ടിളപ്പൊക്കെ ഇല്ലേ ഭീമ? ദേ കണ്ടില്ലേ ഭീമ, ഇതാണ് ഇവിടുത്തെ അംഗം. ഞാൻ എന്ത് ചെയ്യാനാണ് ഭീമ? നിങ്ങൾ പറ. മലക്ക മറിഞ്ഞുണ്ടോ? അതായാലും നന്നായി പോയി കേട്ടോ. ഈ കൊസ്തേപ്പുണ്ടല്ലോ, മുട്ടത്തോടിന് വിജാഗിരി വെക്കണ എനവാ. അപ്പാ കാസ്പറാവ് അതാ തന്നെ. എടാ രണ്ടും ഒരു കൊലയിലല്ലേ, പിന്നെ അങ്ങനെ നന്നാകാനാ? അകത്ത് വായു വലിച്ചോർണം കിടപ്പില്ലേ, അത് ഇതിലും മുറ്റ. പണി പാളിയല്ല ഭീമ, എന്താ ചെയ്യാ? മധ്യാങ്കുലേ അധരപുടസ്ഥേ ചാച്ചിക്കോ ചാച്ചിക്കോ. കേട്ടോ, ഞാൻ വന്നോളാം. ബബ്ലൂസന്റെ അങ്ങളെ, അങ്ങളുടെ കാക്കേന്റെ പേരെന്താ? തരള. അടുത്ത വരവ് അത്തരത്തിലുള്ളതാക്കാൻ ഞാൻ. എടാ സഞ്ജു, എന്താ ആ ഊളം കൊസ്തേപ്പ് വഴി തരാത്തതിന് നീ എന്നെ കടിക്കാൻ വരുന്ന എന്തിനാ? അമ്മ തേങ്ങ കഴിച്ചേ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനന്ന് വീണതിൻ്റെ അന്ന് രാവിലെ നമ്മുടെ മെമ്പർ ജോൺസന്റെ പെങ്ങളുടെ മോളുടെ കല്യാണ നിശ്ചയത്തിന് പോയത് എനിക്ക് ഓർമ്മയുണ്ടാ? എടാ ആ കൊച്ചിനെ കെട്ടുന്നത് ഈ കൊസ്തേപ്പിന്റെ അളിയന്റെ മോനാണ്. കൊസ്തേപ്പ് വഴിയാണ് ഈ ആലോചന ഉണ്ടായത് തന്നെ. എടാ പൊട്ട, നീ ഈ വഴിയുടെ കാര്യം മെമ്പർ ജോൺസണോട് പറയും. അയാൾ പറഞ്ഞാ പിന്നെ കൊസ്തേപ്പിന് തള്ളാൻ പറ്റൂല. അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ റീത്തൊക്കെ വനിതാ സംവരണത്തിൽ വന്നതല്ലേ ഭീമ? എടാ 6 മാസം കഴിഞ്ഞ ഞാൻ തന്നെയല്ലേ ഇവിടെ കൗൺസിലർ. അപ്പൊ നിനക്ക് വെറുതെ ഒരു ധൃതി. ചേട്ടാ, റീത്ത എവിടെ ഇരിക്കുമ്പോൾ ആ വഴിയുടെ പണി തീരരുത്, അതല്ലേ വേണ്ടു. അത് വിട് ഭീമ. കൊസ്തേപ്പ് സമ്മതിച്ചാ പിന്നെ അതെങ്ങനെ നീക്കണം എന്നൊക്കെ റീത്തക്ക് നല്ലോണം അറിയാം. ഇനി ഇലക്ഷൻ കഴിയട്ടെ. ഇതിപ്പോ നാട്ടുകാർക്ക് മുഴുവൻ അറിയാൻ കൊസ്തേപ്പ് സ്ഥലം തരാത്താണ് പ്രശ്നം എന്നുള്ളത്. ചേട്ടൻ ഇടപെട്ട് ഒന്ന് ഒത്തുതീർപ്പാക്കിയാൽ പിന്നെ ജോൺ ചേട്ടൻ നയിക്കുന്ന വഴിക്കല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. കാശ് കൊടുക്കാണ്ട് കൊസ്തേപ്പ് സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പൊന്നി ഇടപുള്ളി വെറുതെ തരാമെന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്? ചേട്ടൻ ഒരു 10-20 കൊല്ലം എടുത്ത് കൗൺസിലായിട്ട് ഇരുന്ന ആളല്ലേ, ചേട്ടൻ അറിയാമല്ലോ നമ്മുടെയൊക്കെ അവസ്ഥ. ഇവിടെ കൊസ്തേപ്പിൻ്റെ കാര്യമുണ്ടേ, കാശിൻ്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ എനിക്ക് പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാലും വൈകുന്നേരം കൊസ്തേപ്പായിട്ടൊന്ന് ഇരുന്ന് നോക്കാം. എടാ റീത്തന്നെ വിളിക്കണ്ട കേട്ടോ വരുമ്പോൾ. ഇല്ല എന്നാ ആയിക്കോട്ടെ, ശരി.
ഹേയ് ഹായ്. അമ്മ എവിടെ? അമ്മ കുളിക്കുകയാണല്ലോ. ഓക്കെ. ഒറ്റയ്ക്കുള്ളോ? യാ, ഇന്ന് എനിക്ക് ഓഫ്. മുദ്ദ. മുദ്ദേ? രാഗി മുദ്ദ ആൻഡ് മട്ടൻ കറി, കന്നഡ സ്പെഷ്യൽ. ഞാൻ ഇത് അമ്മക്ക് കൊണ്ടുവന്നതാ. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, എനിക്കില്ലേ? നിമുക്കും ഇല്ലേ? നാത്ത ആ കച്ചിപീട ചപ്പക്കരുത്. ഇപ്പോഴോ? നിന്നോടൊരു കാര്യം പറയണ്ട്, ഇറങ്ങിയടാ. നീ എന്ത് വൃത്തിയേടാ കാണിച്ചേ? ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീ എന്നെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കാണോ? പിന്നെ നീ ഇന്നാ ജോൺസനെ കാണാൻ പോയോ? കണ്ടു. ആഹാ, ചേച്ചി ഇങ്ങനെ മസിൽ പിടിക്കല്ലേ? പിടിക്കൂടാ. എന്നാ നിനക്കൊക്കെ ആദ്യമേ പോയി അവന്റെ കാല് പിടിക്കായിരുന്നില്ലേ? എന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ പൊട്ടിയാക്കിയത്? ചേച്ചി എന്തായി പറയുന്നത്? ഈ വഴി ഉണ്ടാക്കലാണോ അതോ ഈ ക്രെഡിബിലിറ്റി ഉണ്ടാക്കലാണോ നമ്മുടെ പരിപാടി? ഓഹോ, ക്രെഡിബിലിറ്റിക്ക് വേണ്ടി ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും റീത്ത് എവിടെയും ചെലവാക്കിയിട്ടില്ല. എൻ്റെ അതിനുള്ള സമയവും ഇല്ല. എൻ്റെ റീത്തേച്ചി, ചേച്ചി കൗൺസിലർ ആയിരിക്കുമ്പോൾ തന്നെ ഈ വഴി വരും. അതോടെ ഈ ചെറിയ ചെറിയ ഈഗോ ഒക്കെ മാറും. കൊസ്തേപ്പിൻ്റെ സ്ഥലം കിട്ടി അപ്പം തന്നെ നമ്മൾ സൈഫൺ പൊളിച്ച് പണിതന്നെ മേളിൽ സ്ലാബ് ഇട്ട് മൂടും. അപ്പം വഴിയായില്ലേ? പിന്നെ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിട്ട് അറിയതാ പോരെ. അതുവരെ ഈ ജോൺസൺ നമുക്കൊരു പാലമാണ്. അതാണ് 4.5 അടി വെച്ച് നീളത്തിൽ 2 സെന്റ് സ്ഥലം, അത്രേ ആവശ്യമുള്ളൂ. അടിക്കണക്ക് വെച്ചാൽ കൂട്ടിക്കോ. എത്ര വരും? കാസ്പറേ, അങ്ങാടിയിൽ കച്ചവടം ചെയ്യാനല്ല നാട്ടുകാർ ഈ സ്ഥലം എടുക്കുന്നത്. അതൊരു വഴിയുടെ കാര്യത്തിനാണ്. നിങ്ങൾ അതനുസരിച്ച് സംസാരിക്കൂ കൊസ്തപ്പേ. ഞാൻ മാത്രമായിട്ടിരുന്ന് എന്ത് സംസാരിക്കാനാണ് ജോൺസാ? ദേ, ഞങ്ങൾ സംസാരിച്ചു വെച്ചിട്ട് ഒരു വില പറയട്ടെ. 5 ലക്ഷം രൂപ നടക്കുമോ? അത്രയും പൈസ ഒന്നും തരാനുണ്ടാവില്ല ചേട്ടാ. ഉണ്ടാവില്ലല്ലോ. എന്നാ വിട്ടക്ക്, സ്ഥലം തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ദേ, ഈ പറയണതിൽ ഒരു ന്യായമില്ല ചേട്ടാ. നിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഇവരിത് ഇവിടം വരെ എത്തിച്ചത്. അതും കൂടെ കണക്കിലെടുത്തൊരു വില പറ കൊസ്തപ്പേ. ഇതിപ്പോ ഞാൻ എന്ത് പറയാനാണ് ഭീമ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഷെയർ എനിക്ക് വേണ്ട. നിങ്ങളൊരു 4 രൂപ തന്നേരും. എന്ത് പറയണം? അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല. ഒരു 3-ൽ ഉറപ്പിക്കും. ഏയ് 3-ലൊന്നും കാര്യം നടക്കൂല. ഡാഡി തെറി പറയണോ? അത് നാട്ടുകാരാണ്, നാളെ കാണേണ്ട ആൾക്കാരാണ്. 3-ൽ ഉറപ്പിച്ചു. 3. നീ അതങ്ങ് സമ്മതിക്കത്. അതെന്നെ പിരിച്ചുണ്ടാക്കിട്ട് ഇതെന്താ 1 ലക്ഷം രൂപയാണ്. ഇതൊരു അഡ്വാൻസ് ആയിട്ട് കരുതി സമ്മതിക്കണം. എടാ കൊസ്തേപ്പേട്ടന് വാക്ക് പറഞ്ഞ വാക്കണത്. നമ്മളൊക്കെ ഇല്ല ഇവിടെ. കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ ഇതുകൊണ്ട് നിനക്കും നിന്റെ കുടുംബത്തിനും നല്ലതേ വരൂ കൊസ്തപ്പേ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും. വാളയാ. അതെ, നിങ്ങൾ 4-5 ദിവസത്തിനുള്ളിൽ ബാക്കി കച്ചവടം കൂടി തീർക്കാൻ നോക്കുക കേട്ടാ. ഇവന്റെയൊക്കെ മനസ്സ് എപ്പോഴാ മാറുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റൂല കേട്ടോ. കേട്ടല, ഞങ്ങളങ്ങോട്ട് ആയിക്കോട്ടെ. ശരി. പണം കൊടുക്കുന്ന കാര്യം മിനിമം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിലും ഒന്ന് ഇടാമായിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചിട്ടാണോ മീറ്റിംഗ് എന്ന് പറയുന്നത്? പണം കൊടുത്ത് ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം. സ്ഥലം പോയ എല്ലാവർക്കും നിങ്ങൾ പൈസ കൊടുത്തുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ കൊസ്തവിന് പൈസ കൊടുത്ത് ഏത് കുഴപ്പമില്ല. അതെ, ചേട്ടൻ എന്തായി പറയണേ? ആ വഴി വരുന്നതുകൊണ്ട് കൊസ്തേപ്പിന് എന്താ ഗുണം? ആവശ്യക്കാര് നമ്മളാ. കൊസ്തേപ്പ് സ്ഥലം തരാതെ ഒരു കാലത്ത് നമുക്ക് വഴി ഉണ്ടാകാൻ പോകുന്നില്ല. അതറിയാവോ ചേട്ടന്? കൊസ്തേപ്പ് വാക്ക് മാറാതിരിക്കാൻ എനിക്കപ്പോ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം മാറിയ കൊസ്തേപ്പ് വാക്ക് മാറും. കൊസ്തേപ്പിന് കാശ് കൊടുത്തല്ല ഇവിടുത്തെ വിഷയം. ഇനി ഒരു പിരിവും കൂടി വന്നാൽ അത് താങ്ങാനുള്ള ശേഷിയൊന്നും ഇവിടുത്തുകാർക്കില്ല. അതാണ് ഭീമ യാഥാർത്ഥ്യം. സീതയുടെ കാര്യമാണെങ്കിൽ റീത്തേച്ചി മുനിസിപ്പാലിറ്റി ഞാനും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും തീർക്കും. ആയിക്കോട്ടെ. അതെ, അപ്പൊ തൽക്കാലം ഭീമന്റെ വഴിക്ക് പോട്ടെ കാര്യങ്ങള്, അല്ലേ? ശരിയെന്നാ. നടന്നാ മതി. ഞാൻ
ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ? ഇല്ല, ഇന്ന് സുറ്റില് ബിൽക്കു ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ വന്നതാ. സാരിയൊക്കെ കൊടുത്ത് മല്ലു സ്റ്റൈലാണല്ലോ. സെക്സി. ഭീമ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പബ്ബുണ്ടോ? അയ്യോ, കേരളത്തിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഗവേഷണം നടക്കുന്നുണ്ട്. എന്താ? ലോക്കൽ ബാറേ ഉള്ളൂ. ഓക്കെ, ലേഡീസ്ക്ക് പെർമിഷൻ ഉണ്ടോ? നിയമപരമായ നിരോധനമൊന്നുമില്ല. എന്തേ? തൊഴുതാൻ. Come on, ഭീമ, ബിയർ കൊടുക്കാൻ. ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നീ എന്തോ റിയാക്ഷനിലാണ്ട് പോണേ? അപ്പൊ എനിക്ക് ആരെന്നറിയണ്ടേ? സോറി. ഭീമ, ഏറ്റവും കൂടുതൽ കേക്ക് എന്തിനാ? സെക്സ്. For me, it's sex with love. Will you marry me? ഞാൻ പോവാ. നീ എപ്പോ വന്നു? ഞാൻ രാവിലെ ലാൻഡ് ചെയ്തു. സെൽഫ് കൺട്രോൾ ഒന്നും ഇല്ലായിരുന്നോ? ഒരു കൺട്രോളും ഇല്ല. അത് പൊളിച്ചു. വാ. ഇതുവരെ കഴിച്ചായിരുന്നോ? ഇല്ല, കഴിക്കണം. അമ്മേ, അടിപൊളി. ஏண்டா ஏதோ ஒரு ரயில்வே இன்ஜினியர் பொண்ணு கூட என்னமோ நடக்கிறதுன்னு ஊர்ல ஒரு நியூஸ் போகுது. என்ன நடக்கிறதுங்க? சொல்றா, சொல். അത് ശരിയായില്ലേ? ഓ, റൂട്ട് മാറിപ്പോയല്ലേ? റൂട്ട് മാറി. എനിക്കത് മനസ്സിലായി. ഡാർലിംഗ്, ഞാനൊരു കാര്യം പറയട്ടെ. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഒരു കണക്ഷൻ കിട്ടലാണ്. അതൊരാൾക്ക് കിട്ടുകയും മറ്റൊരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് ഇച്ചിരി പെയിൻഫുള്ളാണ്. ഇച്ചിരിയല്ല, നല്ല പെയിൻഫുള്ളാണ്.
എന്താ മോളെ സ്കൂട്ടറിലാണല്ലോ. കൊസ്റ്റേപ്പിനും കൂടി ഒന്ന് പഠിപ്പിക്കോ. ചൂടോ ഈ സൈഫൺ നമ്മൾ താഴ്ത്തി റോഡ് ലെവലിലാക്കും. അപ്പൊ ഈ സൈഫിന്റെ സൈസ് കുറയില്ലേ? ഇല്ല, നമ്മൾ ഇതേ തോതിൽ ഇതിന്റെ ആഴം കൂട്ടും. ആ ഭീമ ആ ആരടാ ദോസ്താണോ? ആ അതെ. വക്കീലാണല്ലോ. മോളെ കൊസ്റ്റേപ്പിന് കുറെ അധികം കേസുകൾ വരുന്നുണ്ട്. ഞാൻ ഓഫീസിൽ വരാം. നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. ഓ ശരി. ആ ഇതാണ് മുതല്. ഭീമ, അദ്ദേഹത്തിന്റെ മുഖത്ത് തിളങ്ങുന്ന ഊളിഷ് ഭാവം കണ്ടറിയാം അദ്ദേഹം സ്റ്റേ വാങ്ങിക്കും. കവിയറ്റ് എന്നൊരു സംഗതിയുണ്ട്, മോൻ അതൊന്നെടുത്ത് വെച്ചു. കവിയറ്റ് അതെന്ത്? അതായത് ഉത്തമ, കവിയറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രതിഭാഗത്തിന്റെ വാദം കേട്ടതിന് ശേഷം മാത്രമേ, അതായത് നിങ്ങളുടെ വാദം കേട്ടതിന് ശേഷം മാത്രമേ കോടതി സ്റ്റേ അനുവദിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പണിയുടെ ഇടയിൽ സ്റ്റേ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. പിന്നെ ഈ കവിയറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ ഈ 3 മാസത്തിനുള്ളിൽ പണി എടുത്തില്ലെങ്കിൽ നമുക്ക് പണിയാവും. അതാണ്. വെറുതെ പണി മേടിക്കണ്ട, കവിറ്റ് എടുത്ത് വെച്ചേക്കാം അല്ലേ? എടേ നിങ്ങളുടെ ഭീമനെ വിവരം മാത്രമേ ഉള്ളൂ, ബുദ്ധി ഇല്ല. നിങ്ങളെ പറ്റിക്കത്തൊക്കെ ചേച്ചിയൊന്നും അവരില്ലെന്നേ. പിന്നെ ഇത്തിരി അത്താഴം കൊടുക്കും, അത്രേ ഉള്ളൂ. അവിടെ ആ സൈഫൻ താത്തി പണിയാണെങ്കിൽ വീതി കൂട്ടാണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കില്ല. അതുകൊണ്ട് ഭീമനോടി എൻ്റെ അടുത്തേക്ക് തന്നെ വരും. എന്തിന്? എടാ ജോബി, 6 ആൾക്ക് കാല് കുത്താനുള്ള സ്ഥലം കൊടുത്താലേ അവിടെ വീതി കൂട്ടാൻ പറ്റും. ഇവിടെ ഭീമം കൂടുന്നു. കാലൊന്നിന് 1 ലക്ഷം രൂപ വെച്ച് കൊസ്റ്റേപ്പ് ഇനിയും വാങ്ങിക്കും. നിങ്ങളെ ഞാൻ നമിച്ച്. ഈ സൈഫൻ താത്തി പണിയുമ്പോഴേ അത് നല്ല വീതിക്ക് പണിഞ്ഞില്ലെങ്കിൽ വേനൽക്കാലത്ത് നിങ്ങളുടെയൊക്കെ പറമ്പിൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ല. കൃഷി മൂഞ്ചും. നീ 3 ലക്ഷം രൂപ മേടിച്ച് മുന്നിട്ട് ഇറങ്ങിയത് ഞങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം കൊസ്റ്റേപ്പേ. ഓഹോ, അങ്ങനെയാണോ? ഇത്രയും കൃഷിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന അറിയുമ്പോൾ ഞാൻ വന്ന് പറയണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ പറയും കൊസ്റ്റേപ്പ് പറഞ്ഞില്ലെന്ന് പറയും. ഒരു മൂഞ്ചിയ കൈ. നീ ആ കൊസ്റ്റേപ്പിന്റെ സ്ഥലത്തിന്റെ മുഴുവനും പൈസ കൊടുത്തു. നീ ആ സൈഫം പുതുക്കി പണിയുമ്പോഴേ കനാലിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ശരിക്കും വെള്ളം മറിയുന്നില്ലെന്നാ എന്തൊക്കെയോ നാട്ടുകാർക്കൊരു പരാതിയുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തരുന്ന പ്ലാൻ അനുസരിച്ചാണ് സൈഫൺ പണിയുന്നത്. ഒരു 2 ദിവസത്തിനകം പ്ലാൻ കിട്ടുമെന്ന് തോന്നുന്നു. നീ ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ടെക്നിക്കലി അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കും. വേണമെങ്കിൽ ഞാനും വരാം. ഇല്ല വേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. എടാ ഭീമ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? സൈഫണിന്റെ ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ അതിന്റെ വീതി കൂട്ടണമെന്ന് ഇവര് പറയണത്. എടാ അതങ്ങനെ നടക്കും. ഇപ്പുറത്തേക്ക് വീതി കൂട്ടി അവിടെ റെയിൽവേ, ഇങ്ങോട്ട് വീതി കൂട്ടിയ കൊസ്റ്റേപ്പിന്റെ പറമ്പ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ജ്യൂസ് കുടിക്കാം. ഒറ്റ ദിവസം കൊണ്ട് 2 സൈഫിന്റെയും പണി തീർക്കണം എന്ന് പറഞ്ഞ എങ്ങനെയാ? അതിന്റെ വാർപ്പ് തീരണ്ടേ? വേണ്ട, നമുക്ക് ചെയ്യാവുന്നത്രയും ചെയ്യാം. പറ്റുന്നത്രയും തീരട്ടെ. എങ്ങനെ പറ്റാനാ ഭീമ? ആ പറമ്പിലൊരു കൈക്കോട്ട് വെച്ച് അപ്പ കൊസ്റ്റേ പറയും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജോൺസന്റെ പെങ്ങളുടെ മോളുടെയും കൊസ്റ്റേപ്പിന്റെ അളിയന്റെ മോന്റെയും തമ്മിലുള്ള കല്യാണ നിശ്ചയം ഈ വരുന്ന ഞായറാഴ്ച. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്നൊരു ദിവസം നമുക്ക് കിട്ടും. ചേച്ചി, ഞായറാഴ്ച ഈ പണിക്കാരെ കിട്ടാൻ പാടായിരിക്കും. എടാ, പണിക്കാരെ ഞാൻ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ നമ്മൾ പണി നടത്തുന്നു. ഓർഡർ എടുത്ത് വെച്ചിട്ടാ എന്റെ പറമ്പിൽ കയറി തോന്നിയ ദിവസം കാണിച്ചേ. തോന്നിയ ദിവസം കാണിക്കുന്ന ആരാന്ന് നോക്കാം ഞങ്ങൾ. ചേട്ടടി നേരത്തെ തന്നെ പറഞ്ഞാൽ ഈ പരിപാടി ശരിയാവില്ല എന്നുള്ളത്. ഇറങ്ങാൻ നോക്കണം പറമ്പിൽ. നീ പോടാ വെട്ട വിളിക്കാം. എടാ കൊസ്റ്റേപ്പേ, താൻ ഇത്ര ഓവറാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ കുഴിയെടുത്തിട്ടുള്ളൂ. എങ്കിൽ പിന്നെ എന്റെ പറമ്പിൽ കയ്യാങ്കളിക്കുള്ള സമയമായിട്ടില്ല.
അതൊക്കെ നല്ലോണം ആലോചിച്ചിട്ട് മതി. കുസ്തേപ്പേട്ടോ, പെർമിഷൻ ചോദിക്കാൻ വേണ്ടി രാവിലെ 1-2 തവണ അവിടെ വന്നിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെ ഫോണുകൾ മാറി മാറി വിളിച്ചു കിട്ടിയില്ല. അതാ അയാളോട് ചോദിക്കും. താനും ട്രൈ ചെയ്തല്ലേ? ഞാൻ വിളിച്ചിട്ടില്ലെന്ന്. ഞങ്ങൾ ഇന്ന് രാവിലെയാണ് പോയത്, അല്ലാണ്ട് ഒരാഴ്ച മുന്നേ അല്ല. കൂടുതൽ ഉണ്ടാക്കല്ലേ ഭീമ? എന്റെ പൊന്നു സഹോദര, ഇറിഗേഷന്റെ അടുത്ത് നിന്ന് ഇത് ഒരാഴ്ചക്കുള്ളിൽ തീർക്കാനുള്ള പ്രഷറുണ്ട്. ഇതെല്ലാം കൂടി സെറ്റ് ആയത് ഇന്ന് രാവിലെയാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കണ്ടില്ല. എന്റെ കൊസ്തേപ്പേട്ട 2 അടി മണ്ണിന്റെ കേസിലുള്ളൂ. ഇത് നിങ്ങൾക്ക് വളച്ച് കെട്ടാവുന്നല്ലേ ഉള്ളൂ. ഭീമ, നിന്റെ പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷെ നിനക്ക് ആള് മാറിപ്പോയി. ഇന്നൊരു ദിവസം മാത്രം കിട്ടിയുള്ളല്ലോടാ നിനക്ക് ഈ പണിയൊക്കെ ഒപ്പിക്കാനായിട്ട്. ഇതിങ്ങനെ തന്നെ ഇവിടെ കിടക്കട്ടെ. പിന്നെ എന്റെ അനുമതി ഇല്ലാണ്ട് എന്റെ പറമ്പിൽ ഒരുത്തൻ കാല് കുത്തിയ കോസ്റ്റേപ്പിന്റെ തനിക്കൊട അറിയും. സൈഫൺ വീതി കൂട്ടുന്നത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നീ എന്താടാ ഭീമേ പറയുന്നേ? ഇനിയിപ്പോ വെള്ളം മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നമാവും. നിനക്ക് മുഷിലില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. തൽക്കാലം സൈഫൺ പഴയതുപോലെ തന്നെ ആക്കാടാ. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ ജോൺസൺ കൗൺസിലർ ആവുമല്ലോ. അപ്പോൾ കൊസ്തേപ്പോന്നായി അയാൾക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കൊസ്തേപ്പിനെ മനസ്സിലാൻ വെയിറ്റ് ചെയ്യണമെന്ന് അല്ലേ? എനിക്കൊരു പണിയുണ്ട് ചേച്ചി. വഴി നിങ്ങൾ വീതി കൂട്ടേ കുറക്കെ അത് എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുമ്പോ ഇമ്പാതിലുള്ള അസൗകര്യങ്ങള് ഞങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിൽക്കില്ലേ? വേണു സാറേ, ഞാൻ മെസ്സേജ് അയച്ചതല്ലേ, അത് നിങ്ങൾ കണ്ടതുമാണ്. കേട്ടാ പറ്റിപ്പോയില്ലേ? ഇമാതിരി കാര്യങ്ങൾക്ക് മെസ്സേജ് ആണ് അയക്കുക. ഹഞ്ജുവിന്റെ ക്ലാസ്സിൽ വന്ന കുട്ടിയെ കുഴിയിൽ വീണ്. എന്നിട്ട് കാല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ആ കുട്ടീന്റെ വീട്ടുകാരാ കുറച്ച് അലമ്പാ. അത് നഷ്ടപ്പെടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. നീ 2 ദിവസം കൊണ്ട് ശരിയാക്കാന്ന് ഉണ്ടാക്കിയ കുഴിയല്ലേ ഭീമ? ഇനി നീ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്ക്. അതെ, നിങ്ങൾ ഈ കുട്ടിയോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ല. അയാളോട് പറ. ആരോട്? ചേട്ടാ, ഇത് വാട കാണാൻ കുടിച്ചതല്ല. ഓരോന്നിനും ഓരോ പ്രൊസീജിയർ ഇല്ലേ? ചേട്ടാ, ഇതൊരു ആക്സിഡന്റ് അല്ലേ? ഇതാ ആരും വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ. അത് മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചു പോകണം പ്ലീസ്. വെരി സോറി. വാടാ, അവന്മാരൊരു വഴിയും അതിലൊരു കുഴിയും. സോറി, ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. എല്ലാം പെട്ടെന്ന് ശരിയാക്കുന്നുണ്ട്. ഞാനൊരു തൽക്കാലം കുറച്ചുകൂടെ ബലമുള്ള പലക കൊണ്ടൊന്ന് ഇവിടെ ഇടാം. സാരില്ല, എന്തായാലും ഇപ്പൊ 2 ആഴ്ചത്തേക്ക് ഞാൻ ക്ലാസ് ഒന്നും നടത്തുന്നില്ല ഇവിടെ. അപ്പൊ കുഴപ്പമില്ല. ശരി. പൊന്ന് ഭീമ, നീ ആ കുഴിക്ക് ചുറ്റും കെട്ടാതെ പാലം പണിയോ പലക ഇട്ടോ ഒന്നും ഒരു കാര്യമില്ലടാ. അത് ഇനി ഇടിയും, ഇനി ആള് വീഴും. കൊസ്തേപ്പ് പറഞ്ഞേ ഉള്ളേ. ഇനി നിങ്ങളായി, നിങ്ങളുടെ വഴിയായി. ബിസിയാണോ? ഇല്ല, പറഞ്ഞോളൂ. എൻ്റെ ഇവിടുത്തെ വർക്ക് ഫിനിഷായി. സൺഡേ പോകും. ഇനി ഇവിടെ ഇല്ല. ട്രാൻസ്ഫർ ആണോ? ബൈ പറയാൻ
ഞാൻ വന്നു വീട്ടിൽ. ഭീമനെ കണ്ടില്ല. എവിടേക്കാ? വിജയവാഡ. ഭീമ ബൈ. കാണാം. നീ അന്ന് ഈ കന്നഡക്കാരനെ പറ്റി ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞേ. എന്തു പറഞ്ഞു? അല്ല, സ്പോർട്സ് ഓൺലി, ഗെയിം ഓൺലി എന്നൊക്കെ ആയിരുന്നല്ലോ. ആ, അതിലെപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അല്ല, അങ്ങനെ ആ കൊച്ചു നാട്ടിൽ പോകട്ടെ, നിനക്ക് എന്നാ കൊണ്ട് ബുദ്ധിമുട്ട്? ഭീമ, നീ ട്രൈ ചെയ്തു, നടന്നില്ല. അതിലിത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പോട്ടെ. അതെനിക്ക് മനസ്സിലാകാത്ത. എൻ്റെ ഈ വിഷമം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അതെന്താണെന്ന് വെച്ചാലേ, പ്രേമം പിടിച്ചിട്ടുണ്ട്. ഭീമ, ഭീമ. ജോബിയാണോ? ആ അതെ ചേച്ചി. എന്താ കാര്യം? ഭീമല്ലേ ചേച്ചി? ഇല്ല, അവൻ പുറത്തു പോയിരിക്കുക. എന്തായിരുന്നു? ചേച്ചി, ആ കുഴി ഇപ്പോഴും അവിടെ വാ വിളിച്ച് കിടക്കുക. ആരെങ്കിലും പാതിരാത്രിക്ക് അതിനെ തുരുണ്ട് വീണ് ഇനി അപകടം ഉണ്ടാവും. നാട്ടുകാരോട് ചോദിക്കാതെ നിങ്ങളുടെ മോൻ എടുത്ത തീരുമാനമാണ് ഞങ്ങളൊക്കെ കിടന്ന് അനുഭവിക്കുന്നത്. അറിയോ? എടാ ജോബിയെ, എടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഭീമനുള്ളപ്പോ വാ, എന്നിട്ട് അവനോട് പറ. അല്ലാതെ ഈ പാതിരാത്രിക്ക് വന്ന് അവന്റെ അമ്മയോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നീ പോയിട്ട് അവനുള്ളപ്പോ വാ. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവന്റെ പുറകെ നടക്കത്തക്ക പോടനല്ല ഞാൻ. ഓ ചാന്തേച്ചി, നിങ്ങളുടെ മോൻ വരുമ്പോൾ പറഞ്ഞേക്കണം ഇതിന് തക്കതായ ഒരു പരിഹാരം കാണണമെന്ന്. പലരും ഇത് പതുക്കെ പറയുന്നേ ഉള്ളൂ. ഞാൻ ഇച്ചിരി ഉറക്കെ പറയുന്ന ആളാ. ഇവനെന്തൊക്കെയാ പറയണേ? ഭീമ, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് നടക്കുന്ന വഴിയായത്. ഇതിന് ഇത്ര ഗതികെട്ട അവസ്ഥ ഉണ്ടാക്കിയത് നിന്റെ എടുത്തിയാട്ടമാ. ന്യായം പറയുമ്പോ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് കാര്യമില്ല ഭീമ. എടാ ജോബി, നീ ഇതൊക്കെ ഇവിടെ വന്ന് ആർക്ക് വേണ്ടിയാ ചലക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇറങ്ങി പോടാ ഇവിടെ നിന്നും. അല്ല, അയാൾ പറഞ്ഞാലും കാര്യമില്ല തഞ്ചു. ഒരാലോചന ഇല്ലാത്ത പണിയായി പോയില്ലേ ഈ കുഴിയൂത്തല്? നാട്ടുകാരോട് ആലോചിക്കാതെ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നീ സ്ഥലം മേടിച്ചു. എന്നിട്ട് അതിനകത്ത് കമ്മീഷൻ പറ്റി. എന്നിട്ട് കൊത്തേപ്പ് ന്യായം പറഞ്ഞപ്പോ നിനക്ക് ചൊറിയുന്നല്ലേ? അവനൊക്കെ ചെളി അതിന്റെ അകത്ത് പോയി തലയിടല്ലേ? ഇടയ്ക്ക് ഇത്ര വിലയ്ക്ക് ആ സ്ഥലമൊക്കെ കൊടുത്തിട്ട് വല്ല ടൗണിലേക്ക് പോവാൻ നോക്കും. ഇതൊരുമാതിരി ദൊങ്കന കൊടുക്ക കൊസ്തേപ്പ് ആട്ടുംകാല ജോബി. ഈ അഭിപ്രായം പറയാൻ വേണ്ടിട്ടാണോ കോട്ടും കൂലിംഗ് ഗ്ലാസ് ഒക്കെ ഇങ്ങോട്ട് വന്നത്? ഒരുമാതിരി തെലുങ്ക് പടത്തിലെ ഡയലോഗ് ഇവിടെ പറയല്ലേ? നടക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? എടാ, ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണായത്. ഇത് വിട്ടിട്ട് അവിടെ പോവാൻ ഒരിടത്തും പോകുന്നില്ല. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കൊസ്തേപ്പിനോട് കളിക്കുമ്പോ അവനേക്കാൾ നാറിയ കളി കളിക്കണം. പറ്റൂ? സാമം ദാനം വേദം നോക്കി ഇനി ഗിയർ മാറ്റും. ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യവരാൻ നിബോധിത. എന്ത് പുണ്ണാക്കാണല്ലോ. ആ ഭീമ, എപ്പോഴാ നിന്റെ വഴിയുടെ ഉദ്ഘാടനം? നീ വലിയ ബുദ്ധിമാനല്ലേ, വലിയ ഗെയിം മേക്കർ. എന്താ നിന്റെ പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. പ്രത്യേകിച്ച് ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ട. ആ സൈഫൺ പഴയ പോലെയാക്കി മാറ്റണം, ഇല്ലെങ്കിൽ വെള്ളം ബ്ലോക്കായിട്ട് കൃഷിക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ ആ കുഴി നികത്തി നടക്കാവുന്ന പരിവാക്കി മാറ്റണം. അതും അല്ലെങ്കിൽ വഴി വരണം. ചേട്ടാ, ചേട്ടൻ തന്നെ ഒരു പ്ലാൻ പറ. അപ്പൊ എന്റെ കാശ് ആര് തരും? എന്റെ പൊന്നു കോസ്തേപ്പേ, തനിക്ക് അതിനും വേണം പൈസ. ആ കാശ് ഞാൻ തരാം. ഭീമ, നീ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. വഴിയുടെ ക്രെഡിറ്റ് ജോൺസേട്ടന് കിട്ടണമെങ്കിൽ ഇലക്ഷൻ കഴിയണം. അതിനൊരു 2 മാസമെങ്കിലും എടുക്കും. അതുവരെ സൈഫൺ തുറന്നു നടക്കില്ലേ? അതിനിപ്പോ അവർക്ക് എന്താ കുഴപ്പം? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിനെ സമ്മതിക്കില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ നാട്ടുകാരെ കാര്യം പറ.
ആ വഴി കൂടെ നടക്കണമെങ്കിൽ ആ കുഴിയുടെ മേളിൽ ഒരു പലക ഇടണം. അവിടെ ഒരു പലക ഇട്ടോ, നല്ല ബലമുള്ളത് തന്നെ ആയിക്കോട്ടെ. അന്നത്തെ പോലെ അപകടമൊന്നും ഉണ്ടാവണ്ടല്ലോ. അതെ, അപകടം ഉണ്ടാകാതിരിക്കാൻ ആ കുഴിയുടെ ചുറ്റും ഒന്ന് കെട്ടണം. ഭീമ, ജോൺസാ, രണ്ടുപേരുടെ അടുത്തും കൂടി ഞാനൊരു കാര്യം പറയാം. എന്റെ പറമ്പിലേക്ക് അങ്ങനെ നിങ്ങൾ സൈഫൻ കയറ്റി പണിതാ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ കാര്യം പറയുക. ഈ ഉടക്കണ്ടല്ലോ, താൻ അവിടെ പണി നടക്കണോടത്ത് ഒന്ന് പറയണം. ആ സെക്കൻഡിൽ ഇവൻ പണി നിർത്തും. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ഇരിക്കാം. അങ്ങനെ 1-2 ഉടക്കം ഇതേപോലെ ഒരു 5-6 മീറ്റിംഗ് കഴിയുമ്പോഴേക്ക് ഇലക്ഷൻ കഴിയും. പിന്നെ നമുക്ക് പണി എപ്പോഴെങ്കിലും നടത്താം. ആ പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ 2 പേര് സമ്മതിക്കണം. നമ്മൾ ഈ വഴിക്ക് അതികുന്തം അവറാൻ റോഡ് എന്ന് പേരിടും. ഓക്കെ അല്ലേ? അതാരണ്ടാ? നമ്മുടെ സൈമൺ ഡോക്ടറിന്റെ അപ്പന്റെ പേരാ. എങ്കിൽ പിന്നെ എന്റെ ഡാഡിയുടെ പേരിട്ടൂടെ? അല്ല, ചേട്ടന്റെ ഡാഡി മരിച്ചിട്ടില്ലല്ലോ. ഡാഡി മരിക്കൂലേ? അല്ലെങ്കിൽ വേണ്ട, ഊതാമ്പള്ളി കോസ്റ്റേപ്പ് റോഡിന്ന് ഇടാം. അല്ലെങ്കിൽ ഊതാമ്പള്ളി റോഡിന്ന് മതി. നല്ല അന്തസ്സുള്ള പേരല്ലേ? അതെ, നല്ല അന്തസ്സുള്ള ആൾക്കാരും അല്ലേ? അപ്പൊ ശരി, എന്നെല്ലാം പറഞ്ഞു. എടാ, അവൻ എനിക്കൊരു ലവ് ലെറ്റർ അയച്ചില്ലേ? എന്തോ കവിയത്ര എന്തോ. അതിന്റെ കാലാവധി എന്നാടാ തീരുന്നത്? അത് ബുധനാഴ്ച തീരും. തീർന്നിട്ട് അത് കോടതി തുറക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേ മേടിക്കാന്ന് വക്കീല് പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ നീക്കോട്ടെ, മറക്കരുത്. അതൊക്കെ ഞാൻ നോക്കണം. അവന്റെ അമ്മയുടെ ആദ്യകുന്തം അവറാച്ചൻ റോഡ്. ഇന്നലെ നീയും ജോൺസണും പറഞ്ഞു ഉണ്ടേടാ ഇവിടെ ഇട്ട് പരത്തിക്കൊണ്ടിരിക്കണം. നീയൊക്കെ ഇപ്പോഴും ഇറങ്ങിക്കോളണം നിന്റെ പണിക്കാരെയും പിടിച്ചോണ്ട്. ഇന്നലെ ജോൺസണുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യുന്നു. ജോൺസണോട് പറഞ്ഞാടാ നീ ഇവിടെ ഒപ്പിച്ച് വെച്ചിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താടാ? ആര് പറഞ്ഞിട്ടാടാ ഇത് മൂടി വെച്ചത്? ഇത് നിങ്ങളുടെ പറമ്പൊന്നും അല്ലല്ലോ, പിന്നെ എന്താ ഇത്ര പ്രശ്നം? നിന്റെ പറമ്പൊന്നും അല്ലല്ലോ, ഒക്കെ കൂടി അടിച്ചു പൊട്ടിച്ചോളൂ ഞാൻ. എടാ, ഇവിടുത്തെ പണി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സ്ലാബ് എടുത്ത് മൂടാൻ എത്ര സമയം വേണോടാ? ഞാൻ പൊട്ടനാണെന്ന് വിചാരിച്ചാടാ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മോനെ ഭീമ, നിന്റെ അടുത്ത് 2 കല്ലടിക്ക് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നീ അവിടെ കൊണ്ടേ വാർത്തു വെച്ചില്ലടാ. ഒരു കേസ് കൊടുത്തിട്ട് നാട്ടുകാരെ മുഴുവൻ വഴി മുട്ടിക്കാനായിട്ട് അറിയില്ലാഞ്ഞിട്ടല്ല, കോസ്റ്റേപ്പ് തീരുമാനിക്കുമ്പോ നടന്നു പോയാ മതിയാടാ നീയൊക്കെ. എന്താ ജോബി, എല്ലാരും ഉണ്ടല്ലോ രാവിലെ? ഇതെന്താടാ, ഇതിൽ കൂടെ എല്ലാം ആനയും നടന്നു പോയാ? അത് ശരി. എന്താടാ നിങ്ങൾ ആനേനെ നടത്തിച്ചിട്ട് നാട്ടുകാരെ കളിയാക്കല്ലേ? ദാസ, രാവിലെ കള്ളു കുടിച്ചിട്ട് പോക്രിത്തരം പറയാൻ വന്നിരിക്കണാണോ? ഓ, അത് ശരി. അപ്പൊ അവൻ പറഞ്ഞില്ലേ കുഴപ്പം. നിങ്ങളെ ചില പറഞ്ഞല്ലേ ചവിട്ടി പൊളിക്കുന്നു, പിന്നെ ആര് പൊളിക്കാനാ? ഒന്ന് പോടതേക്ക, കൊസേപ്പിന് പിന്നെ കല്ലുപണിയാണല്ലോ, അതാണല്ലോ ഞാൻ ചെയ്തോണ്ടിരിക്കണം. ഭീമൻ അറിയാലോ എല്ലാം, ഭീമന്റെ അടുത്ത് ചോദിക്കടാ. ഞാൻ പറഞ്ഞിട്ടല്ലോ പണി പിന്നെ തുടങ്ങി വെച്ചത്. എന്നിട്ട് പാതിരാക്കി നിങ്ങൾ തന്നെ ഒന്ന് പൊളിക്കുകയും ചെയ്യൂ. പാതിരാത്രിക്ക് നിന്റെ വീട്ടിലാടാ ഞാൻ വന്ന് പൊളിച്ചേ. മുതലാളി പോവുകയാണോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. നിങ്ങൾ ഈ പെരപ്പുതരം കാണിച്ചതേ സ്വന്തം നാട്ടുകാരോടാ, അത് ഓർക്കണം. എന്ത് പോക്കരത്തിലോടാ ഞാൻ കാണിച്ച? നീ കണ്ടാടാ ഞാൻ വന്ന് സ്ലാബ് പൊട്ടിക്കണ? ഞാൻ കണ്ടിരുന്ന അപ്പ അടിച്ചേനെ.
അടിയടാ ആഹാ എടാ നീ പോയേ ഭീമന്റെ അടുത്ത് ചോദിക്ക് അവനറിയാലോ എല്ലാം. ഞാനിവിടെ ഉണ്ട്. അത് ശരി, നീ അവിടെ ചാരിയിരുന്ന് സിനിമ കണ്ടോണ്ടിരിക്കുവാണോ? വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കടാ. ഞാനെന്ത് പറയാനാ? ഇന്നലെ നിങ്ങളല്ലേ ഇവിടെ വന്ന് ഇതൊക്കെ അടിച്ചു പൊളിക്കുന്നു പറഞ്ഞു പോയത്. എന്നാലും കൊസ്തപ്പേട്ടാ, നിങ്ങൾ ഇത്രയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണല്ലേ? എങ്കിൽ നീയൊക്കെ കൊണ്ട് കേസ് കൊടുക്കടാ. കൊസേപ്പിന് വേറെ പണിയുണ്ട്. നീയും ഭീമനും ഞാനും കൂടി ഇന്നലെ സംസാരിച്ചിട്ടല്ലടാ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചേ. എങ്കിൽ ഒന്ന് വിസ്തരിച്ചു കൊടുക്കടാ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ആ സൈഫൺ ആരെ പൊളിച്ചേ? കൊസ്തേപ്പ നീയാണോ? നീ വന്നാടാ. ചെയ്യാത്ത കാര്യത്തിന് ഇവന്മാരൊക്കെ കൂടി എന്നെ എന്താ ഇത്? താഴെ വെച്ച ഞാനാ പറയുന്നത്, താഴെ വെച്ച. ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ താനൊരു തറവാടിയല്ലേ? കൊസ്തേപ്പെ, താൻ എന്ത് കൊള്ളരുതായ്മയോട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് കാണിച്ചു കൂട്ടിയത് എനിക്ക് മനസ്സിലാവുന്നു. നിനക്ക് എന്താണോ മനസ്സിലാവത്തെ? അനാവശ്യം പറഞ്ഞ അടിച്ച് പല്ല് ഞാൻ പൊളിക്കും. പൊളിക്കും, ഇദ്ദേഹം പൊളിക്കും, ഇദ്ദേഹമേ പൊളിക്കൂ. അതെ, ദേ ഇവനും ഇദ്ദേഹവും കൂടെ ചേർന്ന് ആ സ്ലാബ് തല്ലി പൊളിക്കുന്നത് എന്റെ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. നീ എന്താ വെള്ളം രാവിലെ? ഇനി അങ്ങനെ പറയും ഞാൻ വെള്ളം അടിച്ചെന്ന്. അതെ, എന്നെ കുറിച്ച് ഈ നാട്ടുകാർക്ക് നല്ലോണം അറിയാം. പക്ഷെ താൻ കാണിച്ചതോ 10-20 കുടുംബങ്ങൾക്ക് വഴി കൊടുക്കാന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് വീണ്ടും അവരെ ദ്രോഹിക്കുന്നു. എങ്ങനെ തോന്നുന്നൊരു കൊസ്തപ്പേ? താനൊക്കെ ഒരു മനുഷ്യനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, പാതിരാത്രി തനിക്ക് അവിടെ എന്തായിരുന്നു പരിപാടി? എന്തായിരുന്നു പരിപാടി? ചോദ്യം, ന്യായം. അതായത് എന്റെ അനിയൻ ഖത്തറിന്ന് കൊടുത്തു വിട്ട പാഴ്സൽ കൊണ്ടുവന്ന ആള് വഴി തെറ്റി ദേ അങ്കനവാടിയിൽ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചു. പാതിരാത്രി അയാളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഓടി ഇവിടെ എത്തി. അതാണ് കൊസ്തേപ്പ്. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. ദൈവം കത്തിച്ചോ. പക്ഷെ അതിനു മുമ്പ് 1 മിനിറ്റ് എല്ലാവരും ഒന്ന് വന്നേ. അതുവരെ തല്ലി പൊളിച്ചതിന്റെ തെളിവ് കൂടി കാണിച്ചു തരാം. കാര്യമൊന്നും അറിയാമല്ലോ. കണ്ടാ, ഈ സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ചേട്ടനും അനിയനും കൂടെ ആ സ്ലാബ് തല്ലി പൊളിച്ചത്. വെറുതെ വൃത്തിയോട് പറയരുത് കേട്ടോ. പിന്നെ ഈ സാധനങ്ങൾ ഇതിനകത്ത് മാമോദിസ മുക്കായിരുന്നു. കുസ്തേപ്പെ, വഴിയില്ലാത്തവനെ അതിന്റെ വേദന അറിയും. താനിതെല്ലാം കൂടെ വെട്ടിപ്പിടിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? നമ്മളൊക്കെ ഇനി എത്ര കാലോട് കുസ്തേപ്പെ? കുസ്തേപ്പെ, ഒന്ന് നിർത്ത്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. പ്ലീസ് വഴി തരും. തൽക്കാലം നമുക്കൊന്ന് ഒതുങ്ങി കൊടുക്കാം. എന്നിട്ടൊരു മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ആവണ ഒരു വിലക്ക് ഈ സ്ഥലം കൊടുക്കാന്ന് പറയാം. ഇപ്പോ ഇതാണ് കാസ്പറെ സേഫ്. ചെയ്യാത്ത തെറ്റിന് അമ്മാരെ നമ്മുടെ മെക്കിട്ട് കയറിയത് ഇതങ്ങനെ വിട്ടുകൊടുക്കൂല. ആ ടാർസൂസിനെ വേണ്ടാ ചേട്ടാ വിട്ടെ ഇരിക്കടാ അവിടെ. താൻ ചെന്ന് അവരുടെ അടുത്തൊന്ന് സംസാരിക്കും. വ്യാഴാഴ്ചത്തേക്ക് മീറ്റിംഗ് വെച്ചു. ഉച്ചയ്ക്ക് ശേഷം മതി. കാശിന്റെ കാര്യമൊന്നും താനിപ്പോ സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചു. അതെ ഇതാണ് കൊസ്തേപ്പെ നല്ല നയം. ഞാൻ പോയിട്ടേ അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു.
സ്റ്റേ വ്യാഴാഴ്ച രാവിലെ തന്നെ കിട്ടില്ലേ? ഇപ്പൊ നടന്ന ഈ പ്രതിസന്ധിക്ക് കാരണം കൊസ്തേപ്പ് മാത്രമാണോ എന്നുള്ളത് നമ്മളൊന്നും കൂടി ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഞാനും ഭീമനും കൂടി മിനിഞ്ഞാന്ന് കൊസ്തേപ്പിനോട് സംസാരിച്ചപ്പോൾ കൊസ്തേപ്പ് ഇന്നലെ നടത്ത പഠിക്കാൻ ഓക്കെ ആയിരുന്നു. അത് ടാർസൂസേട്ടൻ കണ്ടതാണല്ലോ. കൊസ്തേപ്പൻ അനിയനും കൂടി ഈ സ്ലാബ് തല്ലി പൊട്ടിക്കുന്നത്. പിന്നെ ടാർസൂസേട്ടൻ കാണാത്ത ഒരു കാര്യം കണ്ടു അതൊരിക്കലും പറയല്ല. ടാർസിയൂസ് പറഞ്ഞത് നേരാണോ നുണയാണോ എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഒരു വഴിയാണ് അല്ലേ? വ്യാഴാഴ്ച കൊസ്തേപ്പ് ഒരു മീറ്റിങ്ങിന് സമ്മതിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ വെച്ച് ഈ വഴിയുടെ കാര്യം ഞാൻ ശരിയാക്കി തരും. ഇതേ ജോൺസന്റെ ഉറപ്പാണ്. നീ എന്താ ഭീമ അങ്ങനെ മിണ്ടാതെ നിൽക്കണേ? നിനക്കിതിൽ ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ലാട്ടോ, എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല. അസോസിയേഷൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഓക്കെയാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഭീമ? നീ ഒരുത്ത മുന്നിട്ട് ഇറങ്ങിയിട്ടാണ് ഈ വഴി ഇവിടം വരെ എത്തിയത്. എന്നിട്ട് നീ ഇപ്പൊ എങ്ങനെ പറഞ്ഞാലോ? വേറെ പ്രശ്നമൊന്നുമില്ല ഗുലാൻ ചേട്ടാ, മതിയേ. ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും ജോൺസന്റെ ശരിയാക്കി തരുമല്ലോ. ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടാവും. അപ്പൊ പരിപാടി നടക്കട്ടെ. ജോൺസാ, ആ സൈഫം പൊട്ടിച്ച ആരാന്ന് നിനക്ക് മനസ്സിലായടാ? മനസ്സിലായി. അഭിമ, ഞാനത് എസ് ഐയോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു 12 മണി വരെ ആ പരിസരത്ത് അവർ വരില്ല. അതിനുള്ളിൽ തീർക്കില്ലേ? ഇല്ല, അത്ര സമയം വേണ്ടി വരില്ല. ഓക്കെ, ഗുഡ് നൈറ്റ് കോമറി. ശരി, ഗുഡ് നൈറ്റ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഭീമോ. ഞാൻ ലൂയിസിന് സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ കാലത്ത് തന്നെ എത്തിക്കോളും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കരുതി കൂട്ടിയാണ്. നിങ്ങൾ ഇവിടെ പറയണേക്ക്. അവര് കരുതി കൂട്ടിയാണ് കൊസ്തേപ്പേട്ട. പറയണേക്ക്. ഇവിടെ ഒരു ഇടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ക്ലൈമാക്സും നമ്മൾ ആലോചിക്കണം. ആ സ്ലാബിടുന്ന ലൂയിസും പിള്ളേരും ഇടിക്കും. പിന്നെ പാർട്ടിക്കാർ റോഹിത് ചേട്ടൻകാരൻ താടിയൊക്കെ വെച്ച് ബുദ്ധിജീവി ഇടിക്കില്ലായിരിക്കും, പക്ഷെ പിള്ളേർ ഇടിക്കും. പിന്നെ ഭീമനും ബാച്ചും ഒരു റൗണ്ട് എന്തായാലും ഇടിക്കും. പിന്നെ മണലുകാരും ഉറപ്പായിട്ട് ഇടിക്കും.
ചിലപ്പോൾ മമ്മട്ടി കൊണ്ട് വെട്ടുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ ആകെ ഒരു ഓഞ്ഞ വാക്കത്തിയും അവരുടെ JCB ഒക്കെയാണ്. ഇടഞ്ഞാൽ ഇനി അമ്മ ഇടിച്ച് പൊളിക്കും പറഞ്ഞേക്കാം. നമ്മുടെ ഭാഗത്തുനിന്ന് എത്ര പേര് ഇടിക്കാനുണ്ടാവും? ഒരു 3 പേര് ഇടിച്ചാലായി. അപ്പൊ എന്തായാലും ഇടി കിട്ടും. ബുദ്ധിപരമായി നിൽക്കണേ, ഇടി കൊണ്ട് നാശമായി പോകും പറഞ്ഞേക്കാം. ഇറങ്ങടി അങ്ങോട്ട്. ഇനി മൂടടാ കുഴി, മൂടടാ കുഴി. ഇപ്പൊ മൂടടാ കുഴി. നീ എന്താ വിചാരിച്ച നിനക്ക് മാത്രം ബുദ്ധിയുള്ളെന്നാ? ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കടാ. കേസ് മാറണ കുറച്ച് ടൈപ്പ് കാണിച്ചു തരാടാ. ഇനി നിനക്ക് മൂണ്ടാടി കൗൺസിലറെ. നിന്റെ അടുത്തൊക്കെ അന്നേ ഞാൻ പറഞ്ഞല്ലടാ ഇവരൊന്നും നമ്പാൻ പറ്റൂല. ഇങ്ങോട്ട് വിളിച്ച ചേച്ചി. വടക്കേണ്ടത് അടിച്ച് പൊളിക്കണ എല്ലാത്തിനെ. എടാ ഒരടിയെങ്കിലും അടിച്ചിട്ട് പോടാ. വേണ്ട വേണ്ട വേണ്ട.
ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. രാജാന്നിന്റെ സൈഡ്. ആ ആ ആ പറ്റും. ആ ആ ആ സൈഡ് പിടി, ആ സൈഡ് പിടി. ആ പതുക്കെ പതുക്കെ.